السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة المائدة 6. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين، وإن كنتم جنبا فاطهروا، وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه، ما يريد الله ليجعل عليكم من حرج، ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് പരിപൂർണ്ണ ഹിദായത്തിലായിട്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കാനും പരിപൂർണ്ണ ഹിദായത്തിലായി മരിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചതാണ് 6-ാമത്തെ ആയത്ത്. 2 പ്രധാന വിഷയങ്ങളാണ് അതിൽ വരുന്നത്. ഒന്ന് വുളൂ, മറ്റൊന്ന് തയമ്മും. നമ്മൾ സമയക്കുറവ് കൊണ്ട് തൽക്കാലം അതിൻ്റെ പകുതി എത്തി നമ്മൾ നിർത്തിവെച്ചതാണ്. നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം എന്ന് പറയാം. വുളൂ നമ്മൾ ഒന്ന് അർത്ഥം വെച്ചിട്ടേ ഉള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ
സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാഹ്, നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ, നേരർത്ഥം നിസ്കരിക്കാൻ നിന്നാൽ എന്നാണ് ഉദ്ദേശം. നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകണം, മുഖങ്ങളെ കഴുകണം. വ ഐദിയക്കും, നിങ്ങളെ കൈകളും, ഇലൽ മറാഫിഖ്, മുട്ടുവരെ. വംസഹൂ ബിറുഊസിക്കും, തല തടയുകയും വേണം. വ അർജുലക്കും ഇലൽ കഅബൈൻ, ഞെരിയാണി ഉൾപ്പെടെ കാലുകൾ കഴുകുകയും വേണം. ഇതുവരെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അതിലിപ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ടുള്ള അറിയോ? വുളൂഇന്റെ ഫളായിലുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതർത്ഥം വെച്ചിട്ട് പറഞ്ഞു. മറ്റുള്ള അമലുകളെ പോലെയല്ല. നമുക്ക് തന്നെ അറിയാം, വുളൂഇന്റെ ആ പൂർണ്ണമായ രൂപം, അതിൽ നിർബന്ധമായിട്ടും കഴുകേണ്ട അവയവങ്ങളെ പറ്റി പരിശുദ്ധ ഖുർആൻ തന്നെ നേർക്കുനേരെ പറയാന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നമുക്ക് നിസ്കാരത്തിനെ പറ്റി നമുക്കറിയാം, നിസ്കരിച്ചോളിനെ പറയണുള്ളൂ. അത് എത്ര റക്അത്താണെന്നോ, ഓരോ റക്അത്തിൽ എങ്ങനെ ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ റുക്കൂല്, ഇഅ്തിദാലില്, സുജൂദില് ചെല്ലാനുള്ള ഇതൊന്നും അങ്ങനെ തന്നെ പറയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വുളു അങ്ങനല്ല. വുളു എല്ലാം നിർബന്ധമായിട്ട് നമ്മൾ കഴുകേണ്ട അവയവങ്ങൾ നേരെ അല്ലാഹു തആല ഖുർആനിലൂടെ തന്നെ പഠിപ്പിക്കാം. അതിലൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇസ്ലാമില് ശരീഅത്തില് ഒരു നിർദ്ദേശം വരുമ്പോൾ നമ്മൾ ആ നിർദ്ദേശം അങ്ങനെ തന്നെ അനുസരിക്കണം. ഓനാണ് മുസ്ലിം. പിന്നെ അവിടെ അതിന്റെ ശാസ്ത്രീയ വശോ അല്ലെങ്കിൽ മറ്റുള്ള യുക്തിയോ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട നോക്കേണ്ടതില്ല. എന്നാൽ അതേ സമയത്ത് ഒരുപാട് ഉണ്ടാകും അതിന്റെ ഉള്ളില്, പിന്നെ മറഞ്ഞു കിടക്കേണ്ട ഒരുപാട്. അതിൽപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞല്ലോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പഴം കൈകൊണ്ട് പിടിച്ചു, തലയിൽ കൈ വെച്ചിരുന്നു, കാലുകൊണ്ട് നടന്നുപോയി, നേർക്കുനേരം മുഖാമുഖം നിന്നു. ഇതുകൊണ്ടാണ് ഇപ്പോൾ ആ 4 അവയവങ്ങൾ നിർബന്ധമായിട്ടും കഴുകേണ്ടി വന്നത്. ഇനിയിപ്പോൾ സുന്നത്തായതൊക്കെ കൂടി കൂട്ടുകയാണെങ്കിൽ അതിൽ വേറൊരു ഹിക്മത്തുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നുകയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ചെയ്തു എന്നിട്ട് മറ്റുള്ള മതവിശ്വാസികൾ പറയും പോലെയാണോ? ഇപ്പൊ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ആദമും ഹവ്വാവും, അതില് ഹവ്വാവിനാണ് കൂടുതൽ അവരുടെ വാദം അനുസരിച്ച് പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലോകത്ത് അവരുടെ കൂട്ടത്തിൽ ഏത് കുട്ടി ജനിച്ചാലും മാമോദീസ നോക്കുന്നുണ്ട്. ആ പാപ്പവാര അവരിലുണ്ട് എന്നുള്ളതാണ്. നമുക്കങ്ങനല്ല, അതൊരു കാരണം മാത്രം. പക്ഷെ നമുക്ക് ഈ അവയവങ്ങൾ കഴുകേണ്ടതിന്റെ ഹിക്മത്ത് എന്താന്ന് വെച്ചാൽ, സ്വർഗത്തിലെ ആഹാരം കഴിക്കാനുള്ള ഒരുക്കാണ് നമ്മൾ ആദ്യമായിട്ട് സുന്നത്തായും മുൻകൈ കഴുകുന്നത്. നമ്മൾ ഒരാളുമായിട്ട് അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മുഖക്കെല്ലാം കഴുകി അല്ലെ, ഒന്ന് പിന്നെ വെള്ളം കൊണ്ട് കഴുകിയിട്ടേ പോവുക. അപ്പോൾ അള്ളാഹുവിനെ കാണാനുള്ള ഒരുക്കത്തിനാണ് മുഖം കഴുകുന്നതും, വായിൽ വെള്ളം കൊപ്പളിക്കുന്നതും, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു. അതിൽ വേറെ ഹിക്മത്തുണ്ട്. സ്വർഗീയ ആഹാരം കഴിക്കാനുള്ള ഒരുക്കം നമ്മൾ നേരത്തെ നടത്തുകയാണ്. സ്വർഗത്തിലെ സുഗന്ധം അത് ആസ്വദിക്കാൻ മൂക്ക് ക്ലിയറാക്കണം. സ്വർഗത്തിലെ വളകള്, ആണിനും സ്വർഗത്തിലെ വളണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സ്വർണത്തിന്റെ വളയുണ്ട്, വെള്ളിയുടെ വളയുണ്ട്, ഖുർആൻ പല ഭാഗത്തും പറയുന്നുണ്ട്. അപ്പോ ആ വള ധരിക്കാൻ നമ്മൾ ഇവിടെ തന്നെ ഒരുങ്ങുകയാണ്. അതാണ് നമ്മൾ ഈ മുട്ട് ഉൾപ്പെടെ കഴുകുന്നതിന്റെ ഹിക്മത്ത്. അതാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല സ്വർണത്തിന്റെ കിരീടം, നമ്മള് ഈ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലേ, സ്വർണത്തിൻ്റെതല്ലെങ്കിലും സ്വർണത്തിന്റെ കളറിലോ മറ്റോ ഒക്കെ വലിയ യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ക്യാപ്റ്റന്മാർക്കുണ്ടൊരു കിരീടം വെച്ചെടുക്കൽ. ചിലർക്കെല്ലാം ഫിറ്റ് ആകും, ചിലർക്ക് അതൊരു കോലം കിട്ടൂല. അതുകൊണ്ട് VS അച്യുതാനന്ദന് വെച്ചു കൊടുത്തിന് ഒരു കിരീടം. പക്ഷെ മൂപ്പർക്ക് അതിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഒരു ചേർച്ച ഉണ്ടാവുമല്ലോ. ഈ കിരീടം, നമ്മൾ സ്വർഗത്തിലൊരു കിരീടം ഉണ്ടാവും. കിരീടം എന്ന് പറഞ്ഞാൽ അത് അമ്പം സംഭവിക്കാറും. അതിനാണ് നമ്മൾ തല അടയുന്നത്. അതിനുള്ളൊരു ഒരുക്കാണ് അത്ര. സ്വർഗത്തിലേക്ക് സിറാത്ത് പാലത്തിലൂടെ ഒരു പോക്കുണ്ട്, അതിനുള്ളൊരു ഒരുക്കാണ് നമ്മൾ കാലുകൾ രണ്ടും പാദങ്ങൾ കഴുകുന്നത്. അള്ളാഹുവിന്റെ സംസാരം കേൾക്കാനുള്ള നേരിട്ടുള്ളൊരു അവസരം പടച്ചവൻ തരും. കാതുകൊണ്ടാണല്ലോ കേൾക്കുക. അതാണ് ചെവി ഉള്ളും പുറവും നമ്മൾ എന്ത് ചെയ്യുന്നത്, വുളൂവിൽ കഴുകുന്നത്, സുന്നത്താണെങ്കിൽ പോലും.
അപ്പോൾ നിർബന്ധവും സുന്നത്തുമായ കാര്യങ്ങൾ അതിനൊക്കെ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അപ്പോൾ ഒളു ഭയങ്കര ദറജുള്ള ഒരുപാട് പുണ്യമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആ ഒളു എടുക്കുമ്പോൾ അത് അതിൻ്റെതായ ഒരു രീതിയിൽ നമ്മൾ ഒളു എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒളുവൊക്കെ നമ്മളെടുക്കും, ശരിയാകും, പക്ഷേ എന്താ വെച്ചാൽ അതിൻ്റെതായ ആ രീതിയിൽ ആ പൂർണ്ണ സുന്നത്തുകളൊന്നും എടുത്തിട്ടാവില്ല പല ആളുകളും എന്ത് ചെയ്യുക ഒളു എടുക്കുക. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒളുവിനെ പറ്റിയാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒളു എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ പൂർണ്ണമായ രീതി ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിയൽ സുന്നത്താണ്. ഒളു കൊടുക്കുന്ന സമയത്ത് ഖിബിലയുടെ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? തിരിയണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പള്ളിയിൽ വെള്ളിയാഴ്ചയൊക്കെ എല്ലായിടത്തും ഈ പള്ളിൻ്റെയും റോഡും പള്ളിൻ്റെ അവിടെ റോഡ് എങ്ങനെ വരില്ല അതിനനുസരിച്ചൊക്കെ കാരണം പള്ളി ചിലപ്പോൾ ഉണ്ടാക്കുക. പിന്നെ എല്ലായിടത്തും ഒരേപോലെ എല്ലാവർക്കും കൂടിയും ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ഒളു കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി അത്ര തിരിയുണ്ടെങ്കിൽ അത്ര വേക്ക് ഇപ്പുറത്തേക്ക് തിരിയുണ്ടാവും. രണ്ട് ഭാഗത്തേക്കാർ പൈപ്പൊക്കെ വെച്ചുക. അപ്പം പിന്നെ അവിടെ നമ്മൾ കച്ചറ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പറ്റുന്നുണ്ടെങ്കിൽ സ്ഥലം നമുക്ക് തിരഞ്ഞെടുക്കാം. മയ്യത്തൊക്കെ പള്ളിയിലെത്തിയ സമയത്ത് ജന്ത കയറാത്തതെന്ന് വെച്ചാൽ കിബിലട്ടേർന്ന് നിന്നാൽ ആ നിർത്തം നിൽക്കേണ്ടി വരും. ബസ് സ്റ്റാൻഡിൽ ചെറിയ മിനി ബസ്സിന് കാത്തുക്കും പോലെ കയറും. ഓൻ വരുമ്പോഴത്തേന് ആളെന്നറിയും, ആളില്ലാത്ത വരട്ടെന്ന പോകാൻ കൂടില്ല, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അവിടെ വസ്വാസം പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ആണ് നമ്മൾ ഒളു കൊടുക്കേണ്ടത്. അങ്ങനെ ഒളു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം നമ്മൾ ചെയ്യുന്നത് നിർബന്ധമല്ല, മുൻകൈ കഴുകുകയാണ് അല്ലേ? ഈ മുൻകൈ കഴുകൽ ശരിക്ക് സുന്നത്തേ ഉള്ളൂ. മുൻകൈ കഴുകൽ സുന്നത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മുൻകൈ കഴുകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നിയ്യത്ത് വെക്കണം. ഒളുവിൻ്റെ സുന്നത്തിനെ ഞാൻ എടുക്കുന്നു എന്ന് നിയ്യത്ത് മനസ്സിൽ കരുതിയാൽ മതി, പറയണമെന്നില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നവൈത്തു സുന്നത്തൽ വളു എന്ന് മലയാളത്തിൽ കരുതിയാൽ മതി. പ്രശ്നം ഞാൻ വളുവിൻ്റെ സുന്നത്തിനെടുക്കുന്നു എന്ന് മലയാളത്തിലാണ് കരുതിയാൽ മതി. നമ്മളെ മനസ്സിൽ അങ്ങനെ നിയ്യത്തുണ്ടായാൽ മതി. എന്നിട്ട് നമ്മൾ ആ മുൻകൈ നല്ലോണം കഴുകുക. എല്ലാം മുമ്മൂന്നാക്കൽ സുന്നത്താണ്. തയമ്മൂമിൽ മാത്രമാണ് ആ മുഖം കൈയും മുമ്മൂന്നില്ലാത്തുള്ളൂ. ബാക്കി നമ്മൾ വെള്ളം കൊണ്ട് ഒളു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നല്ലോണം എന്ത് ചെയ്യുക? മുൻകൈ കഴുകുക. സുന്നത്താണെങ്കിലും ആ സുന്നത്ത് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സുന്നത്തിനെ കരുതണം. അപ്പോഴേ ആ സുന്നത്തിൻ്റെ കൂലി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ കൈമത്തെ പൊടിയൊക്കെ പോയി അത്രേ ഉണ്ടാവുള്ളൂ ആ സുന്നത്ത് കിട്ടാൻ. അപ്പോൾ നമ്മൾ അഊദു ബിസ്മിൻ ചൊല്ലിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാണ് സുന്നത്താണ്. അത് നമ്മൾ ചൊല്ലിയിടുക. അത് ഓരോ അവയവത്തിനും ചിലർ സുന്നത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യലാണ്. അതിൻ്റെ ശരിയായ രീതി അങ്ങനെ കേട്ടോ. നമ്മൾ മുൻകൈ കഴുകിയിട്ട് പിന്നെയാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യേണ്ടത്, ബ്രഷ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് വായിൽ വെള്ളം കൊപ്പളിക്കണ്ടോ, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുണ്ടോ, എന്നിട്ടാണ് മുഖം കഴുകേണ്ടത്. അങ്ങനെ പോകണം. ഇനി അടുത്ത അഭിപ്രായമാണ് ആദ്യം തന്നെ മിസ്വാക്ക് ചെയ്യുക. അധികം ആൾക്കാരും അങ്ങനെ ചെയ്യല്. ആദ്യം തന്നെ മിസ്വാക്ക് ചെയ്തുകൊണ്ട് പിന്നെ മുൻകൈ കഴുകല. അതിൻ്റെ ഏറ്റവും അഫ്ളലായ രീതി ആദ്യം മുൻകൈ കഴുകിയിട്ട് പിന്നെയാണ് ബ്രഷ് ചെയ്യേണ്ടത്. ബ്രഷ് ചെയ്യേണ്ടത് ഭയങ്കര സുന്നത്തുള്ള. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ടല്ല, ഞാൻ നിർബന്ധമാക്കുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് നമ്മൾ ഒളുവിൽ മാത്രമല്ല, നമ്മൾ ഖുർആനൊക്കെ ഓതാൻ വേണ്ടി ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യൽ സുന്നത്താണ്. പക്ഷെ വല്ലാതെ പല്ലും അങ്ങോട്ട് ബലം കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രഷ് ഒന്നായിട്ട് പിടിച്ചിട്ട് വല്ലാതെ ചെയ്താൽ അത് വൈദ്യശാസ്ത്രം പറയുന്നു അങ്ങനെ തന്നെയാണ്, ഡോക്ടർമാർ പറയുന്നു അങ്ങനെ തന്നെയാണ്. ചിലരെന്തേ കുട്ടികളോടെ നല്ലോണം വെളുക്കട്ടെ അറിഞ്ഞാണ്ട് എന്ത് ചെയ്യും? പെരുഞ്ചാതി പരിപാടി എടുക്കുകയും അത് ചെയ്യരുത്. അതിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ട് അള്ളാഹു താല പലിന് തന്നത്. ഈ ഓസോൺ പാളികളെ സ്ഥാപിച്ചമാർക്ക് അതിന് ദൂരം വന്ന പ്രശ്നമാണെന്ന് പറഞ്ഞാർക്ക് ഇത് ഓവറാക്കി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പുളിപ്പ് വരും. എന്നാലോ കുട്ടികൾക്ക് പൊതുവെ അതിനും മടിയായി കാരണം ബ്രഷ് ചെയ്യാതെ കിടക്കുമല്ലോ. ബ്രഷ് ചെയ്തു പറയും. പരിശോധിച്ച് നോക്കിയാലോ എൻ്റെ ബ്രഷ് നനഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. കുട്ടികൾക്ക് ഭയങ്കര മടിയാണ്. എന്നിട്ട് രാത്രി കിടക്കുമ്പോൾ എന്തേലൊക്കെ തിന്നുകാണ്ട് പെൺകുട്ടികളൊക്കെ അങ്ങനെ കിടക്കും. പെൺകുട്ടികൾക്ക് കാരണം വലിയ നനച്ചിത്തരം ചിലപ്പോൾ എന്തേലും ഈ പിന്നെ മറ്റേ മുട്ടായികളൊക്കെ തിന്ന് കിടക്കും. എന്നിട്ട് അവസാനം പണിയായിരിക്കും. ഈ കാരണം അറിയങ്ങൾ ഭാവിയിൽ ഓരോ പുതിയ ആപ്പിളായിരിക്കും. കാരണം പല്ലുമ്മ തൊട്ടാൽ ഭയങ്കര പൈസയാണ്. ദന്താശുപത്രിയിൽ പോയാലേ ആ പല്ലൊന്ന് മാറ്റണം ഈ പല്ലൊന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ ഒറ്റ പോക്കിന് അയാളെ കീശകാര്യം. അപ്പോൾ നമ്മൾ കുട്ടികൾ രാത്രി കിടക്കുമ്പോൾ അങ്ങനെ തിന്ന് കിടക്കേണ്ട ശീലാക്കരുത്, സമ്മതിക്കരുത്.
കാരണം അത് പല്ലിനും കാരണം പല നിലക്കും പ്രശ്നമാണ്. പക്ഷെ കുട്ടികൾക്ക് അതിൻ്റെ ഗൗരവം അറിയാത്ത ഇതാകുമ്പോൾ നമ്മൾ മാതാപിതാക്കളാണ് ആ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അപ്പോൾ ഒന്ന് ബ്രഷയിൽ സുന്നത്താണ്. കാരണം എന്താ, നമ്മൾ അള്ളാഹുവിനായിട്ടുള്ളൊരു അഭിമുഖമാണ്. ഒന്ന് നിസ്കാരം അങ്ങനെയാണ്, മറ്റൊന്ന് ഖുർആൻ റബ്ബിലേക്കുള്ളൊരു പാലാണ്. മാത്രമല്ല നമ്മൾ എവിടെയൊക്കെ ഒന്ന് പോകുമ്പോഴൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് അതാകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷീകരം. വായ വൃത്തികേടായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരാളോട് സംസാരിക്കാനൊരു മടികാരം അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ മേലെ ചളിയാവും പോലെയുള്ള എടാ എൻ്റെ കുപ്പായത്തിൻ്റെ പുറച്ച് എവിടെ ചാരിയത്, ആകെ ചളിയാന്ന് പറഞ്ഞാൽ ഈ കല്യാണത്തിന് മുമ്പ് ഒരു സുഖം കിട്ടൂല. ഇപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ആടാൻ പറ്റണതാണ്. കാരണം നീച്ചാൻ മടിയാണ്. അത് നമുക്ക് മനസ്സിനൊരു ഇടങ്ങേറുള്ളൊരു സംഗതിയാണ്. ഇത് എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആകേണ്ടതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ. അപ്പോൾ നിസ്കാരത്തിലേക്ക് പോകുമ്പോഴും ബ്രഷ് ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ മുൻകൈ കഴുകിയതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിൽ വെള്ളം കൊപ്പിളിക്കുക. നോമ്പുകാരല്ലെങ്കിൽ ആ കാര്യം ഒന്ന് പൂർത്തിയാക്കുക. നോമ്പുകാരാണെങ്കിൽ വല്ലാതെ അങ്ങോട്ട് ഇതാകണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി നോക്കൂ, പിന്നെ വെള്ളം ഇങ്ങനെ എടുത്തിട്ടേ 2 കൈ കൊണ്ട് കൂടി വെള്ളം എടുത്തിട്ട് വായിലേക്ക് കൊണ്ടുപോവുക, മൂക്ക് കൊണ്ടുപോവുക. വല്ലാതെ വലിക്കണ്ട. അപ്പം ചിലപ്പോൾ എന്ത് ചെയ്യാൻ തരുവ് പോകാറില്ല, അതൊക്കെ പ്രശ്നം വരും. ഓവറാക്കരുത്, പ്രശ്വാസം ഉണ്ടാകണ്ട. ഒരു മിതമായ രൂപത്തിൽ ആ കാര്യം അത് 3 വട്ടം നമ്മൾ ചെയ്യാം. ഇതൊക്കെ സുന്നത്താണ്. മുൻകൈ കഴുകലും, വായിൽ വെള്ളം കൊപ്പിളിക്കലും, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും, അതുപോലെ തന്നെ പിന്നെ മിസ്വാക്ക് ചെയ്യലും, ഇതൊക്കെ സുന്നത്താണ്. ഇനി നമ്മൾ നിർബന്ധം തുടങ്ങുന്നത് മുഖം കഴുകുന്നത് മുതലാണ്. അപ്പോഴാണ് നമ്മൾ നിർബന്ധമായി നിയ്യത്ത് വെക്കേണ്ടത്. നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഒന്നിനെ കരുതും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിയ്യത്ത് നമുക്കറിയാലോ. ആ നിയ്യത്തിന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് എന്ത് ചെയ്യണം, പിന്നെ മുഖം കഴുകണം. മുഖം കഴുകണം എന്ന് പറയുമ്പോൾ ആ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളെത്തണം. എല്ലാ ഭാഗത്തും നെറ്റിയുടെ മുകൾ ഭാഗം മുതൽ ഇവിടെ താഴെ അറ്റം വരെ ശരിക്ക് എല്ലായിടത്തും. ഇപ്പം ആണുങ്ങളാവുമ്പോൾ താടിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, നമ്മൾ തിക്കകറ്റുക എന്ന് പറയുന്നത്. നല്ല തിങ്ങിയ താടിയാണെങ്കിൽ മുകൾ ഭാഗമായി മതി, എന്നാലും ഉള്ളിലേക്ക് വരാൻ മതി, എത്തിക്കാൻ ശ്രമിക്കണം. തിങ്ങിയ താടി അല്ലെങ്കിൽ എന്തായിരുന്നാലും എത്തും വേണം. അപ്പോൾ നമ്മളെ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യണം, വെള്ളം എത്തണം. 3 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, അതും ചെയ്യും. അതാണ് ഇപ്പം നിർബന്ധം തുടങ്ങുന്നത് അവിടുന്ന് ആയതുകൊണ്ട് അപ്പോഴാണ് നമ്മൾ നിർബന്ധത്തിൻ്റെ നിയ്യത്ത് വെക്കേണ്ടത്. നിസ്കാരത്താലാക്കാൻ വേണ്ടി ഞാൻ ഒന്നു കൊടുക്കുന്നു എന്ന് കരുതേണ്ട എപ്പോഴാണ്, അത് ഈ പിന്നെ മുഖം കഴുകുമ്പോഴാണ്. അപ്പോൾ ഒരാളിങ്ങനെ സുന്നത്തിനൊക്കെ കരുതി പിന്നെ ഇങ്ങനെ അലസമായ രൂപത്തിൽ അങ്ങനെ ഒന്നൊരു ഓട്ടോമാറ്റിക്കായിട്ടൊരു പോയാലല്ലോ. നോക്കി ഇപ്പം ചില ആൾക്കാരോട് ഞങ്ങൾ കുട്ടികളോടൊക്കെ ചോദിച്ചു നോക്കി, ഇപ്പോൾ 5ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടീനോട് നിങ്ങൾ ചോദിച്ചു നോക്കി, അല്ല എങ്ങനെ മോനെ പിന്നെ ഒന്നുകൊടുക്കൽ ചോദിച്ചു നോക്കി. ഒന്നുകൊടുക്കൽ ഇപ്പം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഓന് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടേക്കാൻ ചിലപ്പോൾ. ഓനങ്ങനെ എടുക്കും ചിലപ്പോൾ ഒന്നു, അതങ്ങനെ പോകുക പോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോവുകയാണ്. അതങ്ങനെ യാന്ത്രികമായി ഓൻ ലാസ്റ്റ് വരെയാണ് പോകും. പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ തലയാണോ ചെവിയാണോ ആദ്യം തടവേണ്ടതെന്നൊക്കെ ഓൻ ആ കൺഫ്യൂഷനാവും. പക്ഷെ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞാൽ അത് മുഫത്തിച്ച് വന്നിട്ട് ഒരു 4ാം ക്ലാസ്സിലെ കുട്ടീനോട് ഒലുവിൻ്റെ നിയ്യത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞു, ഒലു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്നോ, അതായത് ഹൗലുങ്ങ കൊണ്ടേക്കാണ്ട് ഇതൊന്ന് നിയ്യത്ത് വെച്ച് ഒലു കൊടുത്താന്ന് പറഞ്ഞാണ്. ആ കുട്ടി ചൊല്ലി പഠിച്ച അതേമാതിരിക്ക് പറയണം, നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി ഒലു കൊടുക്കുന്നു കരുതുക എന്നിട്ടാണ് കഴുകി. ആ കരുതുക അവിടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താ വെച്ചാൽ അതങ്ങനെ കാണാതെ പഠിച്ചാണ്, അതങ്ങനെ തന്നെ പറയണം. അപ്പൊ നമ്മളെന്ത് ചെയ്യുക, അത് നല്ലോണം ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ പിന്നെ ഒന്നുകൊടുക്കാനൊക്കെ ശരിക്കും മദ്രസയിൽ നിന്ന് പഠിക്കും. ഒന്നുകൊടുക്കാൻ ഒരു പോവും, നമ്മളൊപ്പം ചിലപ്പോൾ നിസ്കരിക്കാണ്ടാവും. ഒന്നുകൊടുക്കുന്നതെന്ന് നോക്കണം നമ്മൾ. ചില കുട്ടികൾ നല്ലോണം ശ്രദ്ധിക്കും, ചിലർ അത് തീരെ ശ്രദ്ധിക്കൂല. ഞാൻ കുട്ടികളൊരു ക്ലാസ്സിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ചോദിച്ചു, അബ്ദുൽ മുത്തലിബിന്റെ മരുമകളെ പേര് പറയാൻ. ആൺകുട്ടിയൊക്കെ ആർക്കും കിട്ടിയില്ല. ഓലിന്റെ നോട്ടം കണ്ടാ അറിയാം അബ്ദുൽ മുത്തലിബിന് അങ്ങനെ മരോൾ തന്നെ ഉണ്ടോന്നുള്ളതൊക്കെ. അന്നത്തെ കാലത്ത് മരൊക്കെ ഉണ്ടോന്നൊക്കെ അങ്ങനെയൊക്കെ നോട്ട കുട്ടികൾ ഓലിക്ക് റേഞ്ച് പോയതാണ്. അപ്പോൾ ഞാൻ കുറെ 10ന്റെ നോട്ട് കിട്ടിയാൽ പോയിട്ടുണ്ട്. നല്ല പുതിയ നോട്ട്. ഇതൊരു ചലഞ്ചാണ്. 5 ചോദ്യം ഒരു കുട്ടീനോട് ചോദിക്കുക. ഓരോ ചോദ്യത്തിനും ഓരോ 10ന്റെ നോട്ട് എന്നാണ് പറഞ്ഞത്. ചില വളന്മാർ 5 വാങ്ങിയവരുണ്ട്, 4 വാങ്ങിയവരുണ്ട്. കുട്ടികൾ പൈസ ഇട്ടെന്ന് പറഞ്ഞാൽ സജീവമല്ല. അപ്പോൾ അടുത്ത ഉസ്താദിനോട് ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞാൽ കിട്ടുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നോട്ടൊന്ന് കനം കൂട്ടേണ്ടി വരും. ഗോവത്തിൻ്റെ തൊട്ട് തരാനോ മോശമല്ലേ, കാരണം കുട്ടിയൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഒരൊറ്റ ആൺകുട്ടിയൊക്കെ വരാൻ കിട്ടിയില്ല. ഞാൻ പെൺകുട്ടിയൊക്കെ അവസരം കൊടുത്തു. അപ്പോൾ ഒരു പെൺകുട്ടി വന്നാൽ ആമിന ബീവിയാണ് കാണും. ശരിയല്ലോ,
ചിലപ്പോൾ നിങ്ങൾ തന്നെ കരുതിക്കും പറയുമ്പോൾ തന്നെ അബ്ദുൽ മുത്തലിബിന്റെ മരുവൾ പറയാം, അതൊക്കെ ഇപ്പം അത്ര 14 നൂറ്റാണ്ട് മുമ്പ് ആ മരുവളെ പേരൊക്കെ എങ്ങനെ കിട്ടുമോ? ആമിന ബീവിയാണേ, അബ്ദുൽ മുത്തലിബിന്റെ മകനല്ല അബ്ദുള്ള അവരുടെ ഭാര്യയല്ലേ ആമിന ബീവി, നബിന്റെ ഉമ്മയാണ്. അപ്പോഴാണ് മറ്റൊരു അങ്ങനെ ഒരാൾക്ക് തന്നെ ഒരുപാട് പേര് വരുമല്ലോ, എളാപ്പി മൂത്താപ്പി അമ്മോനൊക്കെ ഒരാൾ തന്നെ ആവുമല്ലോ പലരിലേക്ക് ചേർത്തിയിട്ട് എന്നതുപോലെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക അത്തരം കാര്യങ്ങൾ. എന്നതുപോലെ തന്നെ നമ്മൾ ഒരാളിപ്പോൾ അലസമായി അങ്ങനെ ഒന്നുകൊടുത്തു, മുഖം കഴുകുമ്പോൾ നെയ്യത്ത് വെച്ചില്ല, പിന്നെ എന്തായാലും രണ്ടാമത് മുഖം കഴുകണം. അതിന് പൊട്ടത്തരം കാട്ടും വേണ്ട. ചിലരെന്ത് ചെയ്യുന്ന ഞങ്ങൾ പറ്റ മറന്നല്ലോ, എടിയാ ഉണങ്ങിയ മുണ്ടൊന്ന് കൊടുന്ന എന്നൊക്കെ പറഞ്ഞാണ്ട് ആ മുണ്ടൊക്കെ കൊടുന്ന് മോറൊക്കെ ഒന്ന് തോത്തി രണ്ടാമത് തുടങ്ങാന് എൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ല, ആ വെള്ളം അവിടെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ പിന്നെ രണ്ടാമത് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന വെള്ളം കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇത് നനയണ്ടാണോ? അത് വേറെ ശ്രദ്ധിക്കണം. അത് ഏതുപോലെ വെച്ചാൽ മുൻകൈ കഴുകി സുന്നത്താണല്ലോ, ഇനി മുട്ടുൾപ്പെടെ കഴുകണമല്ലോ. ഈ മുട്ടുൾപ്പെടെ കഴുകുന്ന സാഹചര്യത്തിൽ മുൻകൈ നേരത്തെ കൈകളോ അതിനിപ്പോൾ വലിയ പ്രശ്നമില്ല, ഇവിടെ നിന്നിട്ട് കഴിക്കാൻ മതിയോ? ഇല്ല, അത് സുന്നത്താണ്, അത് സുന്നത്തായ കഴുകലാണ്. അതുകൊണ്ട് മുട്ടുൾപ്പെടെ കഴുകുന്ന സമയത്ത് ഇവിടെ ഒക്കെ എന്ത് ചെയ്യണം? വെള്ളത്തണം. ആ ആദ്യത്തെ നനവ് കൂട്ടണ്ട, അതവിടെ ഉണ്ടായിക്കോട്ടെ. രണ്ടാമത് കഴുകുണ്ടോണ്ട് തന്നെ നനയുന്ന രൂപത്തിലാണ്. ഇതുപോലെ ചെറിയ ഹൗലുണ്ടാവും പള്ളിക്ക്, നമ്മൾ കാല് നല്ലോണം കഴുകിയിട്ട് ഉള്ളത്തെ ഹൗലൊന്ന് ഒന്നുകൊടുക്കാൻ കയറും. ഇനി ഉള്ളത്തെ ഹൗലൊന്ന് നമ്മൾ ഒന്നുകൊടുക്കുമ്പോൾ ലാസ്റ്റ് കാല് കഴുകുമ്പോൾ നമ്മളെ ധാരണ എന്താ? കാലും അല്ലെങ്കിൽ നല്ല കഴുകിക്കൊള്ളാർത്തെ. അപ്പം എന്ത് ചെയ്യും? ഒരു പാട്ട വെള്ളം എടുത്ത് കണ്ട് ഒരൊറ്റ പാരലാണ്. ആ പാരലുകൊണ്ട് ഓൻ്റെ കാല് മുഴുവൻ നനയില്ല, മറ്റോൻ്റെ തുണിയും കുപ്പായൊക്കെ നനഞ്ഞു ചേർക്കും അപ്പുറത്തുള്ളവൻ്റെ തീർച്ചിട്ട്. ഇവന്റെ കണക്കിന് ആരെങ്കിലും കണ്ടാലോ ഓൻ്റെ നല്ല സൂപ്പറാണ്, ചളിയൊന്നുമില്ല, നല്ല എല്ലായിടത്തും എത്തിക്കണം, അത് അവിടുന്ന് കഴിയാതാണ്. അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ അഥവാ നമ്മൾ നെയ്യത്ത് വെക്കാതെ മുഖം കഴുകുമ്പോൾ നെയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ രണ്ടാമത് എന്ത് ചെയ്യണം? നെയ്യത്ത് വെച്ച് തുടങ്ങണം. അപ്പോൾ മുഖം കഴുകലാണ്. അപ്പോൾ ഈ മുഖം ശരിക്ക് എല്ലാ ഭാഗത്തും വെള്ളം എത്തുക, ഇതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട 2 കൈകൾ കഴുകുക. കൈകൾ കഴുകുന്നപ്പോൾ നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. വലത് കൈയിനെ മുന്തിക്കുക, എല്ലായിടത്തും വെള്ളം എത്തുക. മുട്ട് ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ നിമിത്തങ്ങൾ പഠിപ്പിച്ച പോലെ കുറച്ച് മേലേക്ക് കയറ്റി കഴുകുക. 2 കൈയും അങ്ങനെ എന്ത് ചെയ്യുക? കഴുകുക. അത് നമ്മൾ കഴുകുമ്പോഴേ പിന്നെ ശ്രദ്ധിക്കണം, ഈ ഭാഗമൊക്കെ ശരിക്കും നമുക്ക് പിന്നെ വെള്ളം എത്തുന്നുണ്ടോയെന്ന് നോക്കണം. ചില ആൾക്കാരെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് പിന്നെ ഈ പൈപ്പിന് ഇങ്ങനെ കാട്ടി കൊടുക്കലുണ്ട്. പൈപ്പ് കുറേ വെള്ളം വേസ്റ്റാകുക എന്നല്ലാതെ നമ്മൾ ഒന്നും എന്ത് ചെയ്യില്ല, ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ 2 കൈകളും കഴുകുമ്പോൾ ഈ മുട്ടിൻ്റെ ഈ ഭാഗത്ത് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, വെള്ളം എത്തൂല. അത് എത്തിയെന്ന് ഒക്കെ ഉറപ്പ് വരുത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ തല തടയും. തല തടയുമ്പോൾ അത് നിർബന്ധമല്ല, തല തടയിൽ നിർബന്ധമാണ്. അതിപ്പോ പിന്നെ നമ്മൾ തലയിൽ നിന്ന് ഒരല്പം തടവിയാൽ നിർബന്ധം വേടി, ഒരല്പം തടഞ്ഞാൽ മതി. അതുകൊണ്ട് ചില കുട്ടികളൊക്കെ പൊനുമ്പോൾ വെള്ളം കുടിച്ചപ്പോൾ അല്ലേ വെള്ളം അടിച്ചിട്ട് തട്ടലൊക്കെ തട്ടിയിട്ടാണ് പോകണാണ്. ശരിക്ക് അതിൻ്റെ നമ്മൾ ആ സുന്നത്തായ രീതി എന്നാൽ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? പിന്നെ നമ്മളെ തലയിൽ തലപ്പാവോ തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ തലൻ്റെ ഭാഗത്ത് കുറച്ച് തടഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ തലപ്പാവോ കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോൾ സാധാരണക്കാരനായ ഒരാൾ മുടിയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ വെച്ചിട്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. മുടിയുള്ള ആളാണെങ്കിൽ അതേ കൈയൊന്നും ഇങ്ങോട്ടും കൊണ്ടുവരാം. അങ്ങനെ 3 വട്ടം ആവർത്തിക്കാം. മുടിയില്ലാത്ത ആളാണ്, മുടി തീരല്ലാന്ന് കുട്ടികൾ മൊട്ടടിച്ച ആളാണ്, കഷണ്ടിയാണ്, എന്താ ചെയ്താൽ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. ഒന്നാമത്തെ ഒന്നായി, അടുത്തത് ഇങ്ങനെ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മറിച്ചും ചെയ്യാം. അതാണ് അതിൻ്റെ ഇപ്പോൾ വലിയൊരു പണിയൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അത് ആ അല്പമുള്ളത് പൂർത്തിയാക്കി തന്നെ നമുക്ക് എടുക്കാം. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ചെവി തടയാണ്, അതിപ്പോൾ സുന്നത്താണ്. എന്നാലും ആ ചെവി തടയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഉള്ളും പുറന്നാണ്. അവിടെ നിന്നും വിശ്വാസം വേണ്ട, അല്ലാതെ ഇപ്പം അങ്ങേ തലക്കൊക്കെ എത്തിക്കണാവോ. അങ്ങനെ ചില ആൾക്കാരുണ്ട് ഈ കണ്ണുക്കൊക്കെ വെള്ളമാക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ ചെമ്പത്തിൻ്റെ കണ്ണൂരാനായിപ്പോൾ തന്നെ അത് ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ഇയാക്കൻ്റെ അടുത്ത് കുത്തുമ്പോൾ അറക്കാട്ട പോത്തിൻ്റെ അടുക്കണാവും. അത് ശരിയായില്ലാന്ന് തോന്നുകയാണേ. അവിടെ ശരിയായ അങ്ങനത്തെ റിസ്ക് ഒന്നും ഇല്ല, അവിടെ നല്ല സൗകര്യകാരം. പക്ഷെ നമ്മൾ വെറുതെ കുറച്ചൊരു സൂക്ഷ്മത ഉള്ള പോലെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി പഠിപ്പിക്കാൻ നോക്കും. പിന്നെ വരൻ്റെ അടുത്ത് വെച്ച് കാണാൻ പോകേണ്ടവരുണ്ട്, ഓൾക്ക് തീരെ വിശ്വാസം ഉണ്ടാവില്ല, തീരെ വിശ്വാസം ഇല്ലായിട്ടാ കുടുങ്ങിയത്. അങ്ങനെ ഉണ്ട്. അതൊക്കെ ശരിയാന്ന് പറഞ്ഞാണ് പോകും. അങ്ങനല്ല. എന്നാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇബാദത്തുകളൊക്കെ ഒന്ന് ശരിയായി കാണുന്ന ആഗ്രഹിക്കുമ്പോൾ ഇബ്ലീസ് ഇടപെടും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ അപ്പോൾ 3 വട്ടം നമ്മൾ എന്ത് ചെയ്യുക? ചെവി തടയുക.
ആ ചെവി തടലും കഴിഞ്ഞ് പിന്നെ കാല് കഴുകുന്നത്. കാല് കഴുകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ മടമ്പൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, വിരലുകളുടെ ഇടയിൽ. നമ്മൾ ഈ നഖമൊക്കെ ശരിക്ക് ഒരാഴ്ചയിൽ വ്യാഴാഴ്ച സുന്നത്താണ്. വ്യാഴാഴ്ച അസറിൻ്റെ ശേഷം നഖം വെട്ടൽ സുന്നത്താണ്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ. ഇത് നമ്മൾ പിന്നെ വെള്ളിയാഴ്ചക്കുള്ളൊരു ഒരുക്കാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വെള്ളം ചേരാത്ത അവസ്ഥ ഉണ്ടാവില്ല. നഖം തീരെ വെട്ടാഞ്ഞാൽ ചിലപ്പോൾ അവിടെ പൊടിയൊക്കെ അടിഞ്ഞു കൂടിയിട്ട് പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മളൊരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്നല്ലാഹി യുഹിബ്ബുൽ മുത്തത്വഹിരീൻ എന്നാണല്ലോ, ശുദ്ധീകരിക്കുന്നവരെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒളു കൊണ്ട് അങ്ങനെ ഒരുപാട് നേട്ടമുണ്ടല്ലോ. ഈ ബാഹ്യമായ അവയവങ്ങൾ നമ്മളിപ്പോൾ പിന്നെ ആരോഗ്യ വകുപ്പൊക്കെ പറയുന്നുണ്ട്, നമ്മൾ യാത്രയിലും മറ്റൊക്കെ ഹോട്ടലിലും മറ്റൊക്കെ കയറിയാൽ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കയ്യെല്ലാം കഴുകണം എന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് യാത്ര ഏത് സമയത്താണെങ്കിലും കുളിച്ച് വരികയാണെങ്കിലും ഭക്ഷണം കഴിക്കലും ഇപ്പോൾ കൈ കഴുകലും സുന്നത്തുണ്ടല്ലോ. കുളിച്ചവരൊക്കെ ഫ്രഷാണ്, എന്നാൽ പോലും കൈ കഴുകലും സുന്നത്താണ്. വൃത്തിയുടെ കാര്യത്തിൽ ഇസ്ലാം പറഞ്ഞതുപോലെ അവിടെ വളരെ കൃത്യമായിട്ട് എന്നെഴുതിയിട്ട് അവിടെ ഇപ്പം നമ്മൾ ഈ സോപ്പൊക്കെ ഈ വാസന എത്ര സോപ്പിന് കൂടുന്നോ കെമിക്കൽ കൂട്ടുകയില്ല, ഓവറാക്കരുത്. അങ്ങനെയുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ നല്ലോണം സോപ്പ് വെച്ചാൽ നല്ലോ വരച്ചോ എന്ന് പറഞ്ഞാൽ ഓവറാക്കാൻ പാടില്ല. അത് നമുക്ക് അപകടം ചെയ്യും. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിൽ കുറേ അണുക്കളുണ്ട്. അത് ഒന്ന് പിന്നെ മെഡിക്കൽ സയൻസ് പറയുന്നൊരു കാര്യമാണ്. നമ്മളെന്ത് ചെയ്താൽ നല്ല വാസനയുള്ള സോപ്പ് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ താല്പര്യകരം. യഥാർത്ഥത്തിൽ അതൊക്കെ ചിലപ്പോൾ ദോഷം ചെയ്യും. അപ്പോൾ ഈ സോപ്പ് തേക്കലും മറ്റും ഓവറാക്കാൻ പറ്റൂല. സമാനം തേച്ച് പെരുംജാതി വരക്കൽ എല്ലാത്തിനും ഒരു മിതമായ രീതിയാകണം. അപ്പോൾ ഇവിടെ അങ്ങനത്തെ എന്നാലോ ആ മിതമായ രീതി ഇല്ലാത്തതാ പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രി കിടക്കുമ്പോൾ വരെ നമ്മൾ ഒളു അബാഹ്യമായ അവയവങ്ങളൊക്കെ നല്ല കിടക്കുമ്പോൾ ശരിക്കും ഉറക്കിട്ടുമല്ലോ ല്ലോ. കാരണം എന്താ വെച്ചാൽ അങ്ങനെയല്ലോ, ഇത് ആകെ പൊടിയും ചളിയായിട്ട് ആ രൂപത്തിൽ കിടക്കുകയാണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. നല്ല വൃത്തിയോടുകൂടെ ആണെങ്കിലോ അൽഹംദുലില്ലാഹ് നല്ല റാഹത്താണ്. അപ്പോൾ രണ്ട് കാലുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കഴുകുക. ഇതാണ് ഇപ്പോൾ നമ്മൾ പിന്നെ ഒളു ചെയ്യുന്ന ഒരു രീതി. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒളു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ ദുആ നമ്മൾ ചെല്ലുകയും ചെയ്യുക. നമ്മളെ പള്ളിക്കലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് രണ്ട് കൈകളും കണ്ണും ആകാശത്തേക്ക് ഉയർത്തണം എന്നാണ്. അതെന്താ വെച്ചാൽ പ്രാർത്ഥനയുടെ ഖിബില മുകൾ ഭാഗം ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കയ്യും കണ്ണും ഉയർത്തിയിട്ട് ദ്വാരക്കണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കയ്യും കണ്ണും ആകാശത്തേക്ക് ഉയർത്താതെ ഒരു സുന്നത്തുണ്ട്. എന്താ? 3 പ്രാവശ്യം സൂറത്തുൽ ഖദ്ർ ഓതുക. സൂറത്തുൽ ഖദ്ർ ഒരു 3 പ്രാവശ്യം ഓതൽ സുന്നത്തുണ്ട്. അത് വലിയ പുണ്യാണ്. അത് നമ്മളിപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോവുകയാണെങ്കിലും ചിലപ്പോൾ പള്ളിയൊക്കെ ഇങ്ങനെ ഓതൊക്കെ എടുത്താൽ ദുആക്ക് വേറെ ഇങ്ങനെ ഇട്ട് നമ്മളിങ്ങനെ അത്തെ പള്ളിക്ക് ഇങ്ങനെ വരികയാണ്. ആ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഓതിയാൽ മതി. സൂറത്തുൽ ഖദ്ർ ഓതാൻ അത് എല്ലാ കാര്യത്തിനും കുറേ കാര്യത്തിനുണ്ട്. യാത്ര പോകുമ്പോഴും കാര്യങ്ങളൊക്കെ നമ്മൾ സൂറത്തുൽ ഖദ്ർ ഓതൽ സുന്നത്തുണ്ട്, ലീലാഫി ഓതൽ സുന്നത്തുണ്ട്, ആയത്തുൽ കുർസി ഓതൽ സുന്നത്തുണ്ട്, സൂറത്തുൽ ഖദ്ർ ഓതൽ സുന്നത്തുണ്ട്. അത് 3 പ്രാവശ്യമാക്കൽ സുന്നത്തുണ്ട്. ഇനി നമ്മൾ പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പ്രയാസം, ഈ ആഴ്ച നമ്മൾ മലപ്പുറത്തെ ഖുർആൻ ക്ലാസ്സിന് എൻ്റെ ഒരു സഹോദരൻ്റെ മോള് അമേരിക്കയിലേക്ക് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഒറ്റക്കാണ് പോകുന്നത്, മലയാളികളോ മറ്റോ ആരും ഇല്ല. അതിൻ്റെതായ രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആ ദുആക്ക് അത് വരുന്നത്. അപ്പോൾ ഈ യാത്രയിൽ അപ്പോൾ ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു, അതാണ് ഇനിയിപ്പോൾ എയർപോർട്ടുകളിലൊക്കെ 2-3 സ്ഥലത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞു. എന്തെങ്കിലും രൂപത്തിൽ ഒരു ഭയപ്പെടുത്തുന്ന കാര്യമൊക്കെ വരികയാണെങ്കിൽ അപ്പം എന്താ ഓതണം? നബി തങ്ങൾ പറഞ്ഞ എന്താ, അലന്തറ സൂറത്ത് ഓതുക. ഖദ്ർ സൂറത്ത് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. നമ്മളൊക്കെ ഒരിക്കലും റെയിൽവേ സ്റ്റേഷനിലോ അല്ല ചില ഏരിയയിലൊക്കെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ചില ഒരു ഭീതിപ്പെടുത്തും നമ്മളെ. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആയിരിക്കും. അതിനൊക്കെ ആക്രമണത്തിന് സാധ്യത. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, തല സൂറത്ത് ഓതാനാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ഇമാം നവവി തങ്ങൾ അദ്കാറിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ വുളൂഇന്റെ ശേഷം 3 വട്ടം സൂറത്തുൽ ഖദ്ർ ഓതൽ സുന്നത്താണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് വുളൂഇന്റെ 2 റക്അത്താണ്. വുളൂഇന്റെ 2 റക്അത്ത്. വുളൂഇന്റെ 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ പിന്നെ അത് ഒരു സുന്നത്ത്. അധികം ആൾക്കാർ എന്ത് ചെയ്യലില്ല, നിസ്കരിക്കലില്ല. അത് വലിയൊരു സുന്നത്താണ്, ഒരു പ്രബല സുന്നത്താണ്. പിന്നെ വുളൂഇന്റെ ശേഷമുള്ള ഈ 2 റക്അത്ത്. ആ 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ 1-ാമത്തെ റക്അത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് പിന്നെ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത് ഓതലാണ്
സുന്നത്ത്. വലൗ അന്നഹും ഇല്ലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന 64-ാമത്തെ ആയത്തോട്, ഒന്നാമത്തെ റക്അത്തിൽ 64-ാമത്തെ ആയത്തോടുക. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ അതേ നിസാ സൂറത്തിലെ 110-ാമത്തെ ആയത്തോട് ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما എന്നുള്ള 110-ാമത്തെ ആയത്ത്. അതായത് വുളൂവിന്റെ ശേഷമുള്ള 2 റക്അത്തിൽ, ഒന്നാമത്തെ റക്അത്തിൽ ഫി റക്അത്തിൽ ഊല ഒന്നാമത്തേൽ ഫാത്തിഹ എന്തായാലും നിർബന്ധമാട്ടോ, അതാണ് ഫാത്തിഹ അവിടെ എഴുതാറുന്നത്. നിസായിൽ 64, ഫി റക്അത്തി സാനിയ നിസായിൽ 110. ഇത് സുന്നത്താണ്. അപ്പോൾ അത് മാത്രം മതി. ഫാത്തിഹ സൂറത്തും പിന്നെ 64-ാമത്തെ ആയത്തും പിന്നെ 64-ാമത്തെ ആയത്ത് ഫുള്ളായിട്ട് ഓതിയാൽ മതി. അല്ലെങ്കിൽ വലൗ അന്നഹും ഇല്ലമൂ എന്നുള്ള അവിടുന്ന് മാത്രം ഓതിയാൽ മതി. പിന്നെ 110-ാമത്തെ ഈ ആയത്ത് രണ്ടാമത്തെ റക്അത്തിൽ ഇത് സുന്നത്താണ്. ഇനിയിപ്പോൾ അത് അപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, പിന്നെ കാഫിറൂനെയും ഇഖ്ലാസ് ഓതിയാൽ മതി. ഇനിയിപ്പോൾ ഒരു സൂറത്ത് ഓതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫാത്തിഹ സൂറത്ത് മാത്രം ഓതിയാൽ മതി. പിന്നെ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഒന്നു കൊടുത്താണ്ട് പള്ളിയൊക്കെ കയറുമ്പോൾ നേരെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊക്കെ നിസ്കരിക്കാം, അല്ലെങ്കിൽ അത് എയിൽ കിട്ടും. തഹിയ്യത്ത് നിസ്കരിച്ചാൽ തന്നെ എന്ത് ചെയ്യും, കിട്ടും. അല്ലെങ്കിൽ ഒരു ഫർള് നമ്മൾ വന്നേക്കന്നെ നിസ്കാരത്തിൽ പ്രവേശിച്ചാലും കിട്ടും. കാരണം നേരം വൈകണില്ലല്ലോ. നേരം ഉണ്ടെങ്കിൽ നല്ല രസമാണ്. അതിൻ്റെ 2 റക്അത്ത് ആ പേരിൽ പെരീന്ന് നമ്മൾ ഒന്നു കൊടുത്തുകൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച് ചൂടാറാതെ അങ്ങനെ കണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ അള്ളാഹു തആല ഓരോ അവസരങ്ങൾ തരാണ്. ആരോഗ്യം ഉണ്ടാകുമ്പോൾ എല്ലാ രസമുള്ളോ. ആരോഗ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കടകളിലൊക്കെ സാധനങ്ങൾ ഇറക്കണുണ്ടല്ലോ. നിങ്ങൾ ഒരാളൊരു സാധനം ചോദിച്ചാൽ മതി, 4 ആളെ ചോദിച്ചാൽ സാധനം അവിടെ ഇല്ലെങ്കിൽ എങ്ങനെയല്ലോ വരുത്തും. കാരണം എന്താ, അവിടെ പോയാൽ ഒന്ന് ചോദിച്ചിട്ടില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ്. എന്ത് സാധനം ചോദിച്ചാലും അത് കൂടുതൽ ലാഭമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, കച്ചവടത്തിൻ്റെ ഒരു തന്ത്രമാണത് എല്ലാവർക്കും. അല്ലെങ്കിൽ വരുമാനം കൂട്ടാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ നോക്കുന്നത് പോലെ ഒരു മോമിനായ മനുഷ്യന് വെറും സുജൂദ് ഇല്ലല്ലോ. വെറുതെ അങ്ങനെ സുജൂദ് ചെയ്യാൻ പാടില്ലല്ലോ. സജദന്റെ സുജൂദും ശുക്രിന്റെ സുജൂദും ഒന്നല്ലാതെ വെറുതെ സുജൂദ് അധികരിപ്പിക്കൽ നിസ്കാരത്തിലൂടെ മാത്രമാണ്. അതിന് വേണമെങ്കിൽ മുത്തലക്കം സുന്നത്ത് നിസ്കാരമുണ്ട്. ഒരു കാരണവും ഇല്ലാതെ അങ്ങനെ നിസ്കരിക്കുക ഈ 2 റക്അത്ത്. അപ്പൊ അതിന് അല്ലാഹു തആല ഒരുപാട് അവസരങ്ങൾ തരികയാണ്. ഈ പെട്ടതാണ് വുളൂവിന്റെ 2 റക്അത്ത് എന്നുള്ളത്. കാരണം വുളൂ പ്രധാനപ്പെട്ട ഒരു കർമ്മം, ഉടൻ തന്നെ 2 റക്അത്ത് നിസ്കാരം വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ വുളൂ ആ കോലം പോലെ നമ്മൾ എന്ത് ചെയ്യുക. വുളൂ ഒക്കെ അങ്ങനെ എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരുടെയും അവയവങ്ങൾ മുഴുവനായിട്ട് എന്ത് ചെയ്യൂല, എല്ലാ ഭാഗത്തും നനയാത്തൊരവസ്ഥ. മോറൊക്കെ കഴിയുമ്പോൾ കുട്ടികൾ കാണാൻ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ആക്കുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകൂല. ഒരു പിശുക്കത്തരാണ്, അറിയില്ല, പെട്ടെന്ന് കഴിച്ചുവിട്ടാണൊക്കെ പാടെ. അപ്പൊ അത് നമ്മൾ നല്ലോണം എന്ത് ചെയ്യുക, നമ്മൾ വുളൂ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതൊരു പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്നുള്ള രൂപത്തിൽ എന്താകണം. ഇനി അത് നോക്കി, ഇനി നമുക്ക് അതിന്റെ ബാക്കിയുള്ളത് നോക്കാം. وَإِن كُنتُمْ جُنُبًا فَاطَّهَّرُوا. നിങ്ങൾ വലിയ അശുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുളിച്ച് ശുദ്ധിയാകണം.
അവിടെ വലിയ അശുദ്ധിയാണ്. ജുനൂബ് പറഞ്ഞ ജനാബത്ത് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം പെട്ടു. കുളി നിർബന്ധമാകുന്ന ആർത്തവകാരികളെ പോലുള്ളവർ ഒക്കെ പെട്ടു. കാരണം ആർത്തവം നരച്ചു കഴിഞ്ഞാൽ ഒരു കുളിച്ച് ശുദ്ധിയാണ്. ജനാബത്തുണ്ടാകാന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് കുളി നിർബന്ധം. അപ്പൊ അങ്ങനെ കുളി നിർബന്ധമായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? കുളിച്ച് അവർ ശുദ്ധിയാകണമെന്നാണ്. അവിടെ പിന്നെ രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടുള്ളൂ കുളിക്ക്. ഒന്നെന്താ? ഒന്ന്, ഞാൻ വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് വെക്കണം കുളി തുടങ്ങുമ്പോൾ. തലന്റെ അവിടെ നല്ലത് തുടങ്ങാൻ ആ നിയ്യത്ത് വെക്കാം. അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കാം. അത്രയുള്ള നിർബന്ധം. അത് നിർബന്ധമാണ്. നിയ്യത്ത് വെക്കുക, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കുക. സോപ്പേക്കലൊന്നും നിർബന്ധമില്ല. പക്ഷെ അതിന്റെ മുമ്പ് അഴുക്കുകളോ നജസായതോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നീക്കല് സുന്നത്താണ്. ആദ്യം തന്നെ നീക്കണം. പിന്നെ എന്തായിരുന്നാലും നീക്കണം. നജസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? പിന്നെ ശരീരത്തിലാകെ വെള്ളെത്തിക്കുക. അവിടെയും വസ്വാസാകൊന്നും വേണ്ട. പിന്നെ ഒരു മികച്ച ധാരണ വേണം. വെള്ളെത്തി എന്നുള്ളത് ഒരു ഉറപ്പുണ്ടായാൽ മതി. ആ രൂപത്തിൽ അല്ല. ഇന്നൊക്കെ വല്ല സൗകര്യമാണ് അങ്ങനെ വെള്ളം എത്തിക്കാൻ. പക്ഷെ ബക്കറ്റിലൊക്കെ വെള്ളം എടുത്തിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബക്കറ്റിലൊക്കെ വെള്ളം എടുത്ത് വെച്ചാണ്ട് ഒരു പാട്ടുണ്ട്, അതിനിങ്ങനെ മുക്കി പോരുമ്പോൾ ഫർളിൽ ഉപയോഗിച്ച വെള്ളം അയക്കാനെ ചെല്ലാൻ പാടില്ല. നമ്മളിപ്പോൾ നമ്മളെ മേലക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കപ്പെട്ട വെള്ളമായി. അത് വീണ്ടും ആ ബക്കറ്റിക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. പരമായി നല്ലോണം ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ ഈ ഷവറുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല സുഖമാണ്. നെയ്യത്ത് വെച്ച് ആളാണ് നിന്നെടുത്താൽ വണ്ടിയൊക്കെ കഴുകും പോലെ തന്നെ ഓരോന്നാണെങ്കിൽ ഒന്നിങ്ങനെ തിരിഞ്ഞു കൊടുത്താൽ എല്ലായിടത്തും വെള്ളം എത്തിക്കാനൊക്കെ സൗകര്യമാണ്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം വലിയ അശുദ്ധി ഉണ്ടായിട്ട് കുളി ശരിയാകാതെ അതിനെ തുടർന്ന് ഇബാദത്ത് എടുത്താൽ എങ്ങനെ ശരിയാകാനല്ലേ? ഞാൻ ആലോചിക്കുന്നു, ഇന്നിപ്പോൾ വളർന്നു വരുന്ന തലമുറയിൽ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ കുട്ടികൾ പിന്നെ ആ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് ഈ വർത്താനൊന്നും ഉണ്ടാവില്ല. ശ്രദ്ധിക്കണില്ല. ഒരു കല്യാണത്തിന്റെ അന്ന്, കല്യാണത്തിന്റെ പിറ്റേന്ന് നിങ്ങൾ അവിടുത്തെ പുതിയ എന്നോട് ചോദിച്ചു നോക്കി, ഇന്നലെ ലോറ് സ്കെച്ചിനോ? ഓള് നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ പോലും ലോറ് സ്കെച്ചിട്ടുണ്ടാവില്ല. ഇന്നലെ എങ്ങനെ ഇന്നലെ ഞാൻ ലോറ് സ്കരിക്കാം? ഞാൻ 10 മണിക്ക് മേക്കപ്പ് ചെയ്തല്ലേ. അതായത് 10 മണിക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? കഴിയൂല എന്ന് പറഞ്ഞാൽ മേക്കപ്പ് പോകൂലേ? ലോറ് സ്കരിക്കേണ്ട ഉച്ചക്കല്ല, നല്ല ടൈമല്ലേ? കാരണം എത്ര പേരുണ്ടാവും? അത് ശരിക്കും ആലോചിച്ച് നോക്കി. അപ്പം മാതാപിതാക്കളും ചിലപ്പോൾ ചെയ്യും, കുറച്ചൊക്കെ ശ്രദ്ധ ഉള്ളവരും ഒരു നിസ്കാരല്ലേ പോട്ടെ, അതോടെ പോയി, അവർക്കത് പോയി. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആരും ബോധിപ്പിക്കാനൊന്നല്ല. അങ്ങനെ ഉണ്ടല്ലോ, ഒരു വലിയ ശ്രദ്ധ ഉള്ളവരാണെന്ന് പറഞ്ഞ് ജഗ പുകാക്കി 4 ആളെ കാണിക്കോളൂ നിസ്കരിച്ചാൻ പോയതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ സംഭവമാക്കാന്നല്ല. പക്ഷെ ആത്മാർത്ഥമായിട്ട് പുതിയാപ്പിളാർ പിന്നെ കുറേ ആളുകളൊക്കെ നമ്മളെ ശ്രദ്ധയിലുണ്ട്, പോലെ നിസ്കരിക്കുന്നുണ്ട്, എന്നാലും ശ്രദ്ധിക്കാത്തവരുണ്ട്. നമ്മൾ ഒഴിവ് കൊടുക്കുകയാണ് അതിനൊക്കെ. അതേമാതിരിക്കാണ് വീട്ടിൽ സൽക്കാരത്തിനും ഇതിനൊക്കെ പോകുന്ന സമയത്ത് ലൊഹറ് വല്ലതും ഒഴിവാക്കുകയാണ്. യാതൊരു ചൂടുമില്ല. അതൊന്നും അത്ര വലിയൊരു ഗൗരവത്തിൽ എടുക്കണേ ഇല്ല. ജുമണ വരെ ആ രൂപത്തിൽ ചില ആളുകൾ പറയാറുണ്ട്. ജുമണക്ക് വരാൻ പറ്റിയില്ല, ആ പെട്ടു അവിടെ എന്നൊക്കെ പറയും. ഇത് പെടാൻ ദ്വാരക്കാണ്, ഒഴിവായി കിട്ടുമല്ലോ എന്നുള്ള അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ. അങ്ങനെ ആകരുത്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുള്ളൂ? ബർക്കത്തുണ്ടാവുള്ളൂ. എന്താ ഇപ്പോൾ പിന്നെ ഇന്നത്തെ കല്യാണങ്ങളിലെ ആൾക്കാർ വേറെയുള്ളൊക്കെ എല്ലാവരും നോക്കും, നല്ല നോക്കും, നേഴ്സ് നോക്കും, അത് നോക്കും, ഇതൊക്കെ നോക്കും. പക്ഷേ സ്റ്റേജിന്മേ അരിപ്പൊടി, ജീരകം, കൊത്തമല്ലി ഒക്കെ അമ്മിമ്മ നീട്ടി അരക്കുകയാണ്. ആര്? പുതിയ ആപ്പിളിയും പുതിയ എണ്ണും ഇമ്മി ഇപ്പി എല്ലാവരും ഡാൻസ്. എന്താ പാട്ടറിയങ്ങൾ? ഓലാണ് ഉസ്താദിന് ഒരു സ്വൈരം കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ നോക്കിയ ഉസ്താദ് 25 കരണ്ടോട് നിന്ന് കണ്ട് നേഴ്സിനെ നോക്കിയിട്ട് അതൊന്നും നോക്കണ്ടില്ലേനോ? അതൊക്കെ ആ കൊത്തമല്ലി ആ പാട്ടൊക്കെ പാടിക്കണ്ടേ പാടിയിട്ട് ഇങ്ങനെ തിമർത്തല്ലേ?
ക്രിസ്ത്യാനികളുടെ കല്യാണത്തിനും ഹിന്ദുക്കളുടെ കല്യാണത്തിനൊക്കെ ഒരു അടക്കം ഒതുക്കുണ്ടാവും. നമ്മൾ നോളാര് അത് മാത്രം ശ്രദ്ധിക്കൂല. ഈ ഓഡിറ്റോറിയത്തിലൊക്കെ എന്ത് ചെയ്താൽ മതി അറിയങ്ങൾ? നല്ലൊരു മരണം കെട്ടുക, സ്റ്റേജ് അടക്കം നല്ലൊരു മരണം കെട്ടുക, ഒരു പരിപാടി ഇല്ല പറഞ്ഞാൽ മതി. ചിലർ നമ്മളെ രോഗം തിരിയാത്തവരായിട്ട് മറ്റൊക്കെ ആക്കും, ആയിക്കോട്ടെ, കുറച്ചു നേരമല്ലേ. ഓലാരും നമ്മൾ ഖബർക്ക് പോകുമ്പോൾ നമ്മളാരും ഒപ്പം ഉണ്ടാവില്ലല്ലോ, ആരും ഉണ്ടാവില്ല. കുറച്ചൊരു വർത്താനൊക്കെ ഉണ്ടാവും. ഓലെ ആ ഓഡിറ്റോറിയത്തിൽ മറ ഇട്ടിക്കണം പോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. അതൊരു സബുൽ മൂബികാത്തിൽ വെട്ടായിട്ട് കൂട്ടുകയാണ്. അതൊക്കെ എന്താ പറയുക, നിങ്ങൾ പുതിയണ്ണിനെ കാണുന്ന നെയ്യത്തെച്ച് വരേണ്ട കുറേ ആൾക്കാരുണ്ടാവും. തന്നെ ചോറിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവനോട് എന്തിനാടെ ചോറ് വെച്ചാൽ ചോറ് വെച്ചിട്ടില്ലേ, ഡാൻസ് കാണില്ലേ, സ്വറുംപുളിയില്ലാതെ, അങ്ങനെ ആയില്ലേ. അതുകൊണ്ട് തന്നെയാണ് കുടുംബജീവിതത്തിലൊന്നും എന്തില്ലാത്തത്, ബറക്കത്തില്ലാത്തത്. ബറക്കത്തൊക്കെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോവാണ്. അതിനെ പറഞ്ഞ കുട്ടിയൊക്കെ മനസ്സിലാവില്ല, അതന്നെ മനസ്സിലാവില്ല. ഈ കളിയും ചിരിയൊക്കെ കുറച്ചാലല്ലേ ഉണ്ടാവുള്ളൂ. കാര്യത്തൊക്കെ എടുക്കുമ്പോൾ ഒരു സന്തോഷം വേണ്ടേ, ജീവിതകാലം മുഴുവൻ ആ റാഹത്ത് വേണ്ടേ. അത് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ ആ ഒളു നിസ്കാരമൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ശരിയായി കിട്ടാൻ വലിയ പണിയാണ്, ശരിയായി കിട്ടാൻ. പക്ഷെ നമ്മൾ പിന്നെ പറ്റി നമുക്കത് ഇപ്പോൾ പണ്ടത്തെ മാതിരിക്കല്ലല്ലോ. പണ്ടേ നമ്മൾ ആരെങ്കിലും ടി വി ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഓലോട് എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ പറഞ്ഞോണ്ടിന്ന് പറയണം. ഇപ്പോൾ മദ്രസയിൽ ടി വി വാങ്ങാൻ തിരുവിടുക്കുകയാണ് അല്ല അല്ലേ. അത് വേറെയാണ്, നമ്മൾ ഉദ്ദേശിച്ച ടി വി അല്ല. എന്നാൽ പോലും അങ്ങനെയാണ് പറയേണ്ടതേ. അങ്ങനെ പറയേണ്ടത് പള്ളിക്കെന്നൊക്കെ ഇപ്പോൾ ദ്വാരക്കൽ തുടങ്ങി. ഒരു ടി വി സ്പോൺസർ ചെയ്താക്ക് ഭയങ്കര ദ്വാരം. അല്ല, ഇനി നമ്മൾ കുട്ടികളോട് നമ്മളിന്ന് മൊബൈൽ എടുക്കരുതെന്ന് പറഞ്ഞ കാര്യമില്ല. മൊബൈൽ എടുക്കും, ഞാൻ ശരിയാക്കാം. ഇപ്പൊ വരുന്നോലും മുഴുവൻ കാറിലും വണ്ടിയിലോ വാഹനം വരിക. അപ്പൊ നമ്മൾ പെരി കല്യാണം നടത്തണമെങ്കിൽ പ്രായോഗികമാവില്ല, അല്ലെങ്കിൽ അതിന് മാത്രം ഏരിയ വേണം, വണ്ടി പാർക്കിങ്ങിനൊക്കെ. അപ്പൊ നമുക്ക് ഓഡിറ്റോറിയത്തിൽ അഭയം പ്രാപിക്കേണ്ടി വരും. ലാഭമാണ്, അവിടെ നിയന്ത്രിച്ചാൽ മതി, ഇത്രേ ഉള്ളൂ. നിക്കാഹ് പരമാവധി നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, മക്കളെ നിക്കാഹ് എടുത്തുമ്പോൾ പള്ളിക്കൊക്കെ ആക്കുക. അതിന് വിധങ്ങൾ പഠിപ്പിച്ചല്ലേ, സുന്നത്താണല്ലോ. അത് ആ വൈവാഹിക ജീവിതത്തിന്റെ തുടക്കം എന്താകട്ടെ, പള്ളിക്കൊന്ന് ആവട്ടെ എന്നുള്ള അതൊരു റാഹത്താണ്. അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിന് ആയിക്കോട്ടെ, അവിടെ നിയന്ത്രിച്ചാൽ മതി. ബർക്കത്ത് പോകാൻ്റെ പണി നമ്മൾ എടുക്കാതിരുന്നാൽ മതി. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല റാഹത്തുണ്ടാവും എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അത്രേ ഉള്ളൂ. അതിന് കൂടുതൽ അതിലേക്ക് വരുന്നില്ല ഇന്ന് ഓരോ കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് അതിനനുസരിച്ച് കുട്ടികൾ തന്നെ ഇപ്പോൾ പഴയമാർക്കല്ലല്ലോ. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, ചെറിയ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലേ നമ്മൾ കൊടുക്കണം, ചെറുപ്പത്തിലേ കൊടുക്കണം. കാരണം കുട്ടികൾ തന്നെ ഇപ്പോൾ പഴയമാർക്കല്ല, കുട്ടികൾ ഭയങ്കര പ്രതികരണ ശേഷിക്കാരൻ കുട്ടികൾ. അത് മൊത്തത്തിൽ അങ്ങനെ ആയി. ഇപ്പോൾ സ്കൂളിൽ ഒരു മീറ്റിങ്ങിന് പോകേണ്ട ഉമ്മ ഞാൻ വരുവോളം ചടങ്ങിയിരിക്കണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഓനൊറ്റ ഡിമാൻഡുള്ളൂ, മൊബൈലിൻ്റെ അടുത്ത് തന്നല്ലേ നിങ്ങളെ. ഇനി 2 മണിക്കൂർ ഓന് പിന്നെ ചതിൽ പിടിച്ചോ നോക്കിയാൽ മതി, അനങ്ങാതെയാണ്. ചുറ്റുപറ്റി എന്ത് നടന്നാലും വല്ല അറിയില്ല. കാരണം ഓൽക്ക് അതിൻ്റെ എല്ലാം അറിയാം, ചെറിയ കുട്ടികൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ വായിക്കണം. അപ്പോൾ പെണ്ണുങ്ങൾ ചായ ഇവിടെ നിന്നു. അപ്പോൾ ഞാൻ ആ ചായ കുടിക്കേണ്ട ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ല, ഗ്ലാസ് അവിടെ വെച്ചിരിക്കുക. അപ്പോൾ എൻ്റെ പേരക്കുട്ടി വന്നിരിക്കണം, 3 വയസ്സാവണുള്ളൂ. അത് തട്ടിമറിച്ചു പറഞ്ഞു, ഞാൻ അവിടെ ഒക്കെ കളഞ്ഞു ലേശു. ഞാൻ നിങ്ങൾ ഫുള്ള് കുടിച്ചായിട്ടല്ലേ യേശുനോട്. അപ്പോൾ കുറ്റം നമ്മളെടുത്താണ്. അത് ഫുള്ള് കുടിച്ചാൽ അവിടെ വെച്ചാൽ എന്നെ പോലത്തെ കുട്ടികൾ എന്ത് ചെയ്യും, ചിലപ്പോൾ തട്ടിമറിച്ചൊക്കെ ചെയ്യും എന്നുള്ള അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് പ്രതികരിക്കും കുട്ടികൾ. നമുക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടാവും, അത് കാണാൻ അറിയാത്തമാർക്ക് പിന്നെ നമ്മൾ ഒപ്പിക്കലേ നടക്കുള്ളൂ. കുട്ടികൾക്കൊക്കെ നമ്മൾ പഴയമാർക്കല്ല, ഒരപ്പം പ്രതികരിക്കും. ചെറിയ മക്കൾ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അജിനോട് അജി പറയേണ്ടതെന്ന് അറിയാമുണ്ടോ? അല്ല, കുട്ടികളങ്ങനല്ലേ. എന്നാൽ ഓല് വളർന്നു വരുന്ന സാഹചര്യത്തിൽ ചെറുപ്പത്തിൽ ഭയങ്കര വികൃതിയാണെങ്കിൽ മിക്കവാറും ഓല് വളരെ സൈലന്റ് ആവും. അപ്പൊ അവർക്ക് നമ്മൾ ഇത്തരം ഇസ്ലാമികമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ശരിക്ക് കുട്ടികളൊക്കെ ഒന്ന് ഒന്നുകൊടുക്കുമ്പോൾ നോക്കും. നിസ്കരിക്കാനൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാവും, നോക്കിയാൽ മതി എങ്ങനെ ഒന്നുകൊടുക്കേണ്ടത്. ചിലപ്പോൾ നമ്മളുണ്ടല്ലോ ഈ ഡാഷ് എന്നൊരു പോക്ക്, അതേമാതിരി കാരണം ഒന്നിങ്ങനെ പുറത്ത് കാണ്ടൊക്കെ ലെവലാക്കിയിട്ട് വേണം വരും. വേഗം കഴിച്ചിലാണെന്നേ കാരണം എൻ്റെ ഗൗരവം അറിയില്ല.
അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ജനാബത്തിനെ പറ്റി പറഞ്ഞിട്ടാണ് അത്രയും പറഞ്ഞത്. അപ്പോൾ നോക്കൂ, വലിയ അശുദ്ധിയുള്ളവർ കുളിച്ച് ശുദ്ധിയാകണം. വഇൻ കുൻതും മർളാ, ഇനി നിങ്ങൾ രോഗികളാണെങ്കിൽ, ഔ അലാ സഫർ, അല്ലെങ്കിൽ യാത്രയിലായി, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്ത്, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നിർവഹിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട്, അതായത് ഭാര്യമാരുമായിട്ട് സംസർഗം നടത്തി അവരെ സ്പർശിക്കുന്ന, അവരുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെട്ടു. ഇപ്പോഴൊക്കെ കുളി നിർബന്ധമായി. ഒന്നുകിൽ ഒന്നുണ്ടപ്പോൾ നിങ്ങൾ രോഗിയായി എന്ന് പറയാൻ കാരണം ഞാൻ അവിടെ പറയാൻ പോകേണ്ട എന്താണ്, ഇപ്പോൾ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾക്ക് ചിലപ്പോൾ വെള്ളം ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. തൈമൂമിനെ പറ്റിയാണ് ഇനി പറയാൻ പോകേണ്ടത്. അല്ലെങ്കിൽ യാത്രയിലായി, പക്ഷെ വെള്ളം കിട്ടാല്ല, എങ്ങനെ നോക്കിയിട്ടും വെള്ളം കിട്ടാല്ല, നിസ്കരിക്കാൻ സമയമായി. അല്ലെങ്കിൽ നിങ്ങൾ മലമൂത്ര ശരിക്ക് റായത്ത് തന്നെ കാഷ്ടിക്കുന്നവനാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ മലമൂത്ര വിസർജനം രണ്ടും പെട്ടു. അത് പറഞ്ഞാൽ പിന്നെ മറ്റത് ഓട്ടോമാറ്റിക്കായിട്ട് കൂടെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യമാരുമായി ബന്ധപ്പെട്ടു, അപ്പൊ കുളി നിർബന്ധമായി. ഇത്തരം ഘട്ടങ്ങളിൽ ഫലം തജിദോ മാ, നിങ്ങൾ വെള്ളത്തെ എത്തിക്കാതിരിക്കുകയും ചെയ്താൽ, ഫതയമ്മമൂ, നിങ്ങൾ തയമ്മം ചെയ്തോളൂ, സ്വഈദൻ ത്വയ്യിബാ, ശുദ്ധിയായ മണ്ണ് കൊണ്ട് തയമ്മുമിനെ നിങ്ങൾ കരുതിക്കോളൂ. ഇനി എന്താ പറയുന്നത് വെച്ചാൽ, വുളൂ ചെയ്യാൻ നമുക്ക് വെള്ളമില്ല, അല്ലെങ്കിൽ വെള്ളമുണ്ട്, വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അവയവങ്ങളിൽ എല്ലാം ഇവിടെ പറയണില്ല, മുറിവ് കാര്യങ്ങളുണ്ട്, അങ്ങനെ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്, അങ്ങനെ അത് കാരണത്താൽ വെള്ളം ഉള്ളിലേക്ക് ചേരൂല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരത്തിന് ഒഴിവില്ല, തയമ്മം ചെയ്യണം. ഞാൻ അവിടെ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, കയ്യുമ്മ മുറിയുണ്ട്, കാലുമ്മലും മുറിയുണ്ട്, തലമ്മലും മുറിയുണ്ട്, നെറ്റിമ, മുഖത്ത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ അവിടെ ഒരു ഒളുവിന് തന്നെ 3 തയമ്മം വരും. 2 കയ്യുമ്പുണ്ടെങ്കിൽ ഒറ്റ തയമ്മം വരും. ഇത് 2 അവയവമാണെങ്കിലും ഒറ്റ അവയവമായിട്ട് കൂട്ടും. 2 കാലിനും പ്രശ്നമുണ്ടെങ്കിൽ 1 തയമ്മം മതി. പക്ഷെ കയ്യുമ്മലും കാലുമ്മലും ഉണ്ടെങ്കിൽ 2 തയമ്മം വരും. അതുപോലെ നെറ്റിമുണ്ട്, അപ്പൊ 3 എണ്ണം വരും. ഒറ്റ നിസ്കാരത്തിന് തന്നെ എന്ത് വരും? 3 തയമ്മം വരും. അപ്പൊ അതിന്റെ മസലയും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മളിപ്പോ പിന്നെ സാധാരണഗതിയിൽ ഇപ്പൊ നമുക്കിപ്പോ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നൊക്കെ നമ്മൾ യാത്രയിലൊക്കെ ചിലപ്പോൾ സംഭവിക്കാന്നല്ലാതെ പിന്നെ നമ്മളെ നാട്ടിലൊന്നും ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരൂല. എന്നാൽ അതേ സമയത്ത് ചിലപ്പോൾ ഡോക്ടർ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ സാഹചര്യങ്ങളുണ്ടാകും. ചില അസുഖങ്ങൾക്ക് കുളിക്കണ്ട, നനക്കാൻ പാടില്ല, ചിലതിൽ വെള്ളം തീരെ വേണ്ട, പെരുമാറരുതെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് നിസ്കാരം ഒഴിവില്ല. അപ്പൊ തയമ്മം ചെയ്യണം. തയമ്മം ചെയ്യുമ്പോൾ എപ്പോഴും തയമ്മം 2 അവയവത്തിലേ വരുള്ളൂ. മുഖത്തും കൈകളിലും മാത്രമേ വരുള്ളൂ. 3 പ്രശ്നത്തിൻ്റെത് അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ വലിയ അശുദ്ധിയുള്ള ആൾക്ക് കുളിച്ച് ശുദ്ധീകരിക്കണം. പക്ഷെ വെള്ളമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, അതല്ലെങ്കിൽ ഇപ്പോൾ വലിയ അശുദ്ധിയുള്ള ആൾക്ക് ശരീരത്തിന്റെ ആകെ വെള്ളം എത്തിക്കണമല്ലോ. മൂപ്പര് ശരീരത്തിന്റെ എവിടെ ഒരു മുറിവുണ്ട്, അവിടെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, മുറി കെട്ടിയിട്ടുണ്ട്, അപ്പോഴും ആ കുളിക്ക് എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം. എൻ്റെ രീതി എന്ന് പറയാം. വുളൂഇൽ നമ്മൾ ഈ തയമ്മം ചെയ്യൽ എപ്പോഴാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സംശയം വരുന്നൊരു കാര്യമാണ്. അത് മനസ്സിലായിക്കോളൂ. അതായത് ഇപ്പോൾ നമ്മൾ പറയാം, ഇപ്പോൾ ഒരാളെ കയ്യുമ്മലാണ് മുറി നോട്ടിക്കോളാം, കയ്യുമ്മലാണ് മുറി. ഇയാൾ എന്ത് ചെയ്യണം എന്നറിയാം? ഇയാളെ കയ്യുമ്മ മുറി ഇപ്പോൾ എവിടെയാണ്? ഇവിടെയാണ് മുറി. മുട്ടുൾപ്പെടെ കഴുകേണ്ടതിന് ഇവിടെ മുറിവുണ്ട്, ഇവിടെ കെട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളാണെങ്കിൽ അയാളെങ്ങനെ നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സാധാരണ പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിബിലേക്ക് തിരിഞ്ഞ് ഒളുവ് തുടങ്ങുക. ഇതല്ലാത്ത വാക്ക് പറ്റുമല്ലോ. അപ്പോൾ മുൻകൈ കഴുകി, വായിൽ വെള്ളം കൊപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റി മുഖം കഴുകി. മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം ഇനിയാണ്, ഇനിയിപ്പോൾ കൈയാണ് കഴുകാനുള്ളത്, ഇനിയാണ് അയാൾ തയമ്മം ചെയ്യേണ്ടത്. ഇനിയാണ് തയമ്മം ചെയ്യേണ്ടത്. അല്ലാതെ എന്തല്ല, ഈ കയ്യുമ്മത്തെ അവിടെ മുറിയുള്ള ഭാഗം അവിടെ വെള്ളമാക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്തു? ഒന്നെടുത്തു, കൈ അവിടെ അതിൻ്റെ മറ്റുള്ള ഭാഗം കഴുകി, ഈ ഭാഗം കഴുകി, കാലും കഴുകി, ഒക്കെ കഴിഞ്ഞ ശേഷം വെയിലത്തൊക്കെ ഒന്ന് പോയി നിന്നിട്ടൊന്ന് ഉണങ്ങി വന്നതിന് ശേഷം ഇടുക്കി മക്കളെ മണ്ണ് പറഞ്ഞിട്ട് ഞാൻ തയമ്മം ചെയ്യട്ടെ, ഓരോരോ വണ്ടിയും വലിയ മുസ്താവുമാരുണ്ടാക്കേണ്ട ഓരോ ഇടങ്ങേറ്. അങ്ങനെയാണോ? അല്ല.
അതിലിടങ്ങാറൊന്നുമില്ല, മണ്ണിലൊന്നായിട്ട് കുളിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് അല്ലാഹു തആല അങ്ങനെയുള്ള ചില കർമ്മങ്ങൾ അങ്ങനെ അവിടെ ഒപ്പൊക്കെ ഇവിടെ ഒന്ന് ഒപ്പൊക്കെ, എന്തിനാണ് ഈ ഉള്ള ഒപ്പൊക്കെ പാടാനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര കാലം ഒപ്പാ ചില കാര്യങ്ങൾക്ക് വെക്കേണ്ടി വരാം അല്ലേ? അതുപോലെ റബ്ബിന്റെ കുറെ നിയമങ്ങളുണ്ട്. അങ്ങനെ കരുതിയാൽ മതി. ഇത് ഖുർആൻ നേരിട്ട് പറയുന്നുള്ളൂ, നബി തങ്ങൾ കാണിച്ചെന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ മുൻകൈ കഴുകി, പിന്നെ വായിൽ വെള്ളം കൊപ്പളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, ബ്രഷ് ചെയ്തു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, മുഖം കഴുകി ഒക്കെ കഴിഞ്ഞ് രശ്മി കൈ കഴുകുകയാണ്. അവിടെ എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? ഒന്നുകിൽ ഓന് ആ കൈ കഴുകുന്നതിന്റെ മുമ്പ് തന്നെ ഇതിനുള്ള തൈമം ചെയ്യാം. അല്ലെങ്കിൽ ഈ കൈയിന്റെ എന്ത് ചെയ്യണം? അതിൽ ആ ശരിയായ ഭാഗം കഴുകണം. മുറിയില്ലാത്ത ഭാഗത്ത് കഴുകാൻ പറ്റുന്നതൊക്കെ കഴുകുക. എന്നിട്ട് ആ മുറിന്റെ മേലെന്ത് ചെയ്യുക? ഒന്ന് വെള്ളം കൊണ്ട് തടയുക. മണ്ണോണ്ടല്ല, വെള്ളം കൊണ്ടൊന്നങ്ങോട്ട് ആ കെട്ടുമ്പോ കൂടി ഒന്നാണ് തടഞ്ഞു പോവാ. മണ്ണോണ്ടല്ലോ കേട്ടോ, വെള്ളം കൊണ്ട്, ഒളുവിന്റെ വെള്ളം കൊണ്ട് ഒന്നിങ്ങനെ തടഞ്ഞു പോയാൽ മതി. ബാക്കിയുള്ള വാങ്ങിക്കുക. അതിന്റെ ശേഷം അതിനുള്ള തൈമ ചെയ്യാം. അപ്പോ വേണമെങ്കിൽ നല്ല എന്താണ് ആദ്യം തന്നെ കയ്യിന്റെ അവിടെ എത്തുമ്പോൾ കയ്യിനാണ് പ്രശ്നത്തിൻ്റെ കയ്യിന്റെ തൈമം ചെയ്യാം. എന്നാ പിന്നെ ഇനി ബാക്കിയുള്ള വാങ്ങി കെടുക്കുമ്പോൾ ആ മണ്ണൊക്കെ പോവുകയും ചെയ്തോളൂ. ഇനി അവന് കാലുമ്പലും മുറി ഉണ്ടെങ്കിലോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തല തടയണം, ചെവി തടയണം, ഇനിയാണ് കാല് കഴുകേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നുകിൽ പിന്നെ വലത് കാലിനാണ് ആ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിയുള്ള പറ്റാവുന്ന ഭാഗമൊക്കെ കഴുകിയിട്ട് എന്ത് ചെയ്യുക? പിന്നെ ഒക്കെ കഴുകിയതിന് ശേഷം പിന്നെ തൈമം ചെയ്യുക. അല്ലെങ്കിൽ കാലിന്റെ അവിടെ എത്തിയതിന്റെ ശേഷം അതിനുള്ള തൈമം ചെയ്യുക. എന്നിട്ട് പിന്നെ കാലുക. തൈമം ചെയ്യുമ്പോൾ തൈമം എത്രയേ ഉള്ളൂ? മണ്ണിങ്ങനെ പരത്തി വെക്കുക. മണ്ണിങ്ങനെ പരത്തി വെച്ചിട്ട് ഇതേപോലെ നിസ്കാരത്തെ അല്ലാക്കാൻ വേണ്ടി തൈമം ചെയ്യുന്നു എന്ന് പിന്നെ കരുതിയിട്ട് എന്ത് ചെയ്യുക? രണ്ട് കൈ കൊണ്ട് ഒറ്റ അടി അടിക്കുക. ആ മണ്ണിൽ ഒരടി അടിക്കുക. വല്ലാതെ മണ്ണ് ഒന്നായിട്ട് കഴിയുമ്പോണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് തട്ടി ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക അറിയോ? അതുകൊണ്ട് ഇങ്ങനെ ഈ മുഖം ഒറ്റ പ്രാവശ്യം എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ നല്ലോണം തടയുക. ഇതുള്ളൂ, ഒറ്റ തടച്ചു, മൂന്നോട്ടാക്കണ്ട. എന്നിട്ട് ആ മണ്ണിപ്പോൾ ഫർദിൽ ഉപയോഗിച്ച മണ്ണാണ്, അതിന് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പുറത്തേക്ക് തട്ടി ഒഴിവാക്കുക. എന്നിട്ട് ആ മണ്ണ് ഒക്കെ തട്ടി ഒഴിവാക്കിയിട്ട് അടുത്തടി ഒരടി അടിച്ചു. ഞാൻ നോക്കിക്കോളിട്ടോ ഇതാ. എന്നിട്ട് ഇതിന്റെ വലത്തെ കൈ ഇങ്ങനെ പോരാ. ഈ ഒരു 4 വിരലിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ പോന്നിട്ട് ഇവിടെ എത്തിയാൽ ഇനി ഈ ഭാഗത്തത് ഈ ഇവിടെ വരിക. എന്നിട്ട് ഈ തള്ളവിരലും നത്ത് ഇങ്ങനെ പോവാം. ഈ തള്ളവിരലിന്റെ ഈ ഭാഗത്തിന് പോവാം. ഈ കൈമത്തെ ഇവിടുത്തെ മണ്ണ് അങ്ങനെ കിടക്കുകയാണ്. അത് ഇതേപോലെ അങ്ങനെ വരിക. ഇങ്ങനെ പോയിട്ട് ഇത്ര ഉള്ള ഇവിടെ തൈമം കഴിഞ്ഞു. മൂന്നെണ്ണത്തിന്റെ പ്രശ്നം വരുന്നില്ല. ഇങ്ങനെ പോരാ. അടിക്കാം. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ അടിച്ചതിന്റെ ശേഷം ഉപയോഗിച്ച മണ്ണയ്ക്ക് പോയിട്ടില്ലല്ലോ, വരില്ല. അതുകൊണ്ട് അത് ശരിക്കും അടിസ്ഥാനമില്ല. അങ്ങനത്തെ ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ല നിസ്കരിച്ചാൽ മതി, സമയത്തെ മാനിച്ചുകൊണ്ട്. പിന്നെ കള്ള കിട്ടിയാൽ മടക്കിയാൽ മതി, പിന്നീട് മടക്കിയാൽ മതി. നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. നമ്മളെ കെട്ടിട്ടു ആരോ റൂമിൽ ഒന്നിനൊരു കോലല്ല. എന്നാലും നമ്മൾ കഴിയുമ്പോൾ എന്താണ്? സമയത്തെ മാനിക്കണം എന്നാണ്, ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതെ. ആ സീറ്റും അടിച്ച ആ ചുമരും അടിച്ച എവിടെ കിട്ടിയെന്ന് വെച്ചടിച്ചിട്ട് അതില്ല, അതിൻ്റെ ആവശ്യമില്ല. അവിടെ നമ്മൾ സമയത്തെ മാനിച്ചുകൊണ്ട് അങ്ങനെ നിസ്കരിച്ചാൽ മതി. പിന്നീട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കളാ കിട്ടിയാൽ മതി. ഈ ഒളുവിന്റെ എല്ലാ ശേഷമുള്ളൊക്കെ തൈമൂമിനും വരുന്നുണ്ട്. എങ്ങനെ? അതായത് ഒളുവിന്റെ ശേഷമുള്ള ദുആ തൈമൂമിന്റെ ശേഷം സുന്നത്തുണ്ട്. സൂറത്തുൽ ഖദർ ഓതൽ സുന്നത്തുണ്ട്. ആ കാര്യങ്ങളൊക്കെ സുന്നത്തുണ്ട്. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ? ഇപ്പൊ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ കാണുന്നൊരു സംഗതിയാണ്, 10 മണിക്ക് ചില ആളുകൾ തൈമെടുത്ത് കണ്ടുവരും. 10 മണിക്കൊക്കെ ജുമഴക്ക് വരേണ്ടേ കാരണം കയ്യുമ കെട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് തൈമും ചെയ്തിട്ട് വരണ്ടാണ്. ശരിയാവോ? എന്താ കാരണം? തയമ്മുമിന് ഫറള് വഖത്തായാലേ തൈമും ശരിയാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോ ലോഹർക്ക് കയ്യുമ മുറിവുള്ള ഒരാള് അയാള് ജമാഅത്തിന് പോകുമ്പോൾ അയാള് ബാങ്ക് കൊടുത്തിട്ട് തരുന്ന തൈമെടുക്കണ്ട വെച്ചെങ്കിൽ ബാങ്ക് കൊടുത്തിട്ട് തൈമെടുക്കാൻ പറ്റുള്ളൂ.
പല ആളുകൾക്കും പറ്റുന്ന ഒന്നാണ്. അത് സമയം ആകേണ്ടതിന് മുമ്പ്. അതായത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒരു തയമ്മം കൊണ്ട് ഒരൊറ്റ ഫർളേ പറ്റുള്ളൂ, ഖളാവും കൂടി പറ്റൂല. ഒരൊറ്റ ഫർളേ ഒരു തയമ്മം കൊണ്ട് പറ്റുള്ളൂ. അതാവട്ടെ ആ ഫർളിന്റെ ടൈം കിടന്നിട്ടേ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ 11 മണിക്കൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, കയ്യുമ്മ മുറിയുണ്ട്, ഉസ്താദിനോടൊക്കെ ഒന്ന് പറയും ചിലപ്പോൾ അങ്ങനെ ആയതാണ് ഇങ്ങനെ ആയതാണ്, ഞാൻ വീട്ടിൽ നിന്ന് ടൈമെടുത്ത് പോകുന്നതാണ് അറിയും. ലോർക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് എടുത്ത് പോകുന്നതാണെങ്കിൽ ലോറ് നിസ്കരിക്കാൻ പറ്റില്ല, പിന്നെ ജുമാ പറ്റൂല, നിസ്കാരം ശരിയാവില്ല. ഫറള് നിസ്കാരത്തിന് എടുക്കുന്ന ടൈം, അതിൻ്റെ ഫറദിൻ്റെ ടൈം കിടക്കണം. സമയം നിർണ്ണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അതിൻ്റെ ടൈമും കിടക്കണം, അതിൻ്റെ ടൈമും കിടക്കണം. ലോസ്കരിക്കാൻ വേണ്ടി തയമ്മം ചെയ്യുകയാണെങ്കിൽ സുബൈക്കന്നെ പറ്റൂല എന്നർത്ഥം. കാരണം എന്താ, അത് സൂര്യൻ ഉദിച്ചുയർന്ന് അല്ലെങ്കിൽ അതിൻ്റെ ടൈമാകുള്ളൂ, ഉദയം കഴിഞ്ഞ് 20 മിനിറ്റിലും ആണ്. എന്നാൽ അതേസമയത്ത് സുന്നത്ത് ഒരു തയമ്മം കൊണ്ട് സുന്നത്ത് എത്ര എടുക്കാം, ഖുർആൻ പാരായണം സുന്നത്തുകളൊക്കെ എത്ര എടുക്കാം, ഫറള് ഒന്നേ പറ്റുള്ളൂ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ തയമ്മുമില് പിന്നെ ഈ മുറിവുണ്ടല്ലോ, അത് നമ്മളെ കയ്യുമ്മലോ മുഖത്തോ ആണെങ്കിൽ അത് എന്തായിരുന്നാലും പിന്നീട് ഖളാ കിട്ടേണ്ടി വരും. കാരണം വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതിനാണ് നമ്മൾ മണ്ണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഇപ്പം മണ്ണും ചേരാത്തൊരവസ്ഥയാണ്. കാരണം ഒളുവിൻ്റെ തയമ്മുമിൻ്റെ അവയവം കയ്യും മുഖം മാത്രമല്ലോ. അപ്പൊ കയ്യും ഒരു കെട്ട് വരുമ്പോൾ അവിടെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതിനാണ് മണ്ണ് ഉപയോഗിക്കേണ്ടത്. മണ്ണും അവിടെ ചെയ്യുന്നില്ലല്ലോ, രണ്ടും വരണില്ല. അപ്പൊ അതെന്ത് ചെയ്യേണ്ടി വരും, പിന്നീട് ആ നിസ്കാരം ഖളാ കിട്ടേണ്ടി വരും. എന്നാൽ ഇമാം നവവി തങ്ങൾക്ക് ഉള്ള ഒരു അഭിപ്രായം ഉണ്ട്, തയമ്മും ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഏത് നിസ്കാരമാണെങ്കിലും മടക്കേണ്ടതില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അങ്ങനത്തെ കേട്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷകരമാണ്, പിന്നെ നമ്മൾ കൂടാതെ നമുക്ക് എന്നുള്ള അങ്ങനെയുണ്ട്. അങ്ങനെ മൂപ്പർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ നമ്മൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മുറിവ് കെട്ടുമ്പോൾ തന്നെ അത് ഒലോടുകൂടെയാണ് കെട്ടേണ്ടത്. ഒലോടുകൂടെയാണ് നമ്മൾ കെട്ടേണ്ടത്. ഒലോടുകൂടെയാണ് നമ്മൾ കെട്ടുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാലുമ്മലാണ് മുറിവ് എന്നുണ്ടെങ്കിൽ അത് ഒലോടുകൂടെയാണ് കെട്ടുന്നതുണ്ടെങ്കിൽ പിന്നെ മടക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. ചിലപ്പോൾ വലിയ ആക്സിഡൻറ്റും മറ്റൊക്കെ പറ്റി അവിടെ ഒലു കൊടുക്കാനൊന്നും ചാൻസ് കിട്ടൂല. ഇതാ പാരോ വാരി പിടിച്ച് കൊണ്ടുപോയിക്കാണ്ട് ഇതൊക്കെ ഇട്ടിട്ടേക്കണം. അങ്ങനത്തോടൊക്കെ ഇമാം നവവി തങ്ങളുടെ ആ അഭിപ്രായം എന്ത് ചെയ്യും, നമുക്ക് വളരെയധികം ഉപകാരം ചെയ്യും. അതൊരു ഇളവാണ്. ഓല് പിന്നീട് തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ മതി, അതിൽക്ക് എന്ത് ചെയ്യേണ്ട, മടക്കേണ്ടതില്ല. ഇനി കുളി നിർബന്ധമായ ആള്, കുളി നിർബന്ധമാണ്, പിന്നെ നിർബന്ധമായ കുളിക്കേണ്ട ആളാണ്. ആളെ ശരീരത്തിൽ ഒരുപാട് സ്ഥലത്ത് എന്തുണ്ട്, പ്രശ്നങ്ങളുണ്ട്. കയ്യുമ്മലുണ്ട്, കാലുമ്മലുണ്ട്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തയമ്മമാണ്, ഒറ്റ തയമ്മം മതി. കുളി നിർബന്ധമായതല്ലേ, അവിടെ അയാൾക്ക് അതിനൊക്കെ കൂടി പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം എത്തിച്ചതിന് ശേഷം എല്ലാ മുറിവുകൾക്കും കൂടി ഒരൊറ്റ തയമ്മം മതി. ആർത്തവകാരിയായ പെണ്ണാണെങ്കിൽ ആർത്തവത്തുനിന്ന് ശുദ്ധിയാകാനോ, ആണുങ്ങളാണെങ്കിൽ ജനാപത്തുള്ള ആളുകളാണെങ്കിലോ അവർക്ക് എല്ലാറ്റിനും കൂടി ഒരു തയമ്മം മതി. ഇനി ബലപ്പെട്ട അഭിപ്രായം അല്ലാതെ ഏതുണ്ട്, ഒന്നിലധികം അവയവങ്ങളിൽ ഒളുവിൻ്റെ അവയവങ്ങളിൽ തന്നെ ഇങ്ങനെ മുറിവുണ്ടായാൽ, കൈമലും കാലുമലും ഉണ്ടായാൽ ഒറ്റ തയമ്മം മതി എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പ്രബലല്ല. പ്രബല അഭിപ്രായ പ്രകാരം കയ്യ് കാലിങ്ങനെ വേറെ വേറെ അവയവങ്ങൾ, 2 കൈയിന് ഒന്ന് മതി, 2 കാലുമലുണ്ടെങ്കിൽ ഒന്ന് മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ തയമ്മം എന്ത് ചെയ്യും, കൂടും എന്നുള്ളതാണ്. അപ്പം എന്തായിരുന്നാലും ഇങ്ങനെ കുറേ മസലകൾ ആ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് സമയം കുറേ ആയല്ലോ, നമ്മൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് നമുക്ക് പറയാം. അതായത് തീരെ ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അയാൾക്ക് കുളി നിർബന്ധമായതാണല്ലോ. അയാൾ ഇദ്ദേഹം മരിക്കുന്ന ഈ ഒരൊറ്റ 2 അടി അടിക്കുക, ഇതന്നെ ഒളുവിൻ്റെ അതേ തയമ്മും, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. മുഖത്ത് മാത്രം, മുഖം കയ്യും വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇല്ലല്ല, മടക്കണ്ട കേട്ടോ, അത്രേ ഉള്ളൂ. അതൊരു ഇളവ് തന്നെയാണ്. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ആളാണ്, അസുഖമാണ്, കുളി നിർബന്ധമായ ആളാണെങ്കിൽ അയാൾക്ക് തയമ്മു പറഞ്ഞാൽ കുളിൻ്റെതും ഒളുവിൻ്റെ ഒക്കെ ഒരേ ഇതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മണ്ണുകൊണ്ട് അവിടെ തൊട്ടിവിടെ ഇതുണ്ടോ, മുമ്പ് ആരോ ഒരാൾ പൊട്ടത്തനം കാട്ടിയായിരുന്നു, മണ്ണെടുത്തുകൊണ്ട് വായിൽ വെള്ളം കോപ്പറേഷൻ പള്ളി കിട്ടാണ്ട് കുൽക്കുഞ്ഞു മണ്ണിട്ടാണ്ടേ
ഒതുവിന്റെ അതേമാതിരിക്കാണ് മണ്ണോണ്ട് ചെയ്യേണ്ടത് എന്നുള്ള ധാരണ ഒന്നാണ്. അങ്ങനല്ല, അതാകത്ര വളരെ സിമ്പിളാണ്. നമ്മൾ തയമ്മം ചെയ്ത് നിസ്കരിച്ചുകൊണ്ട് പറഞ്ഞാലേ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോൾ കിടക്കും, ചിലപ്പോൾ പനി ഉണ്ടായി കിടന്നേക്കാൻ ഇഞ്ചക്ഷൻ വേണ്ടി വരും. അപ്പോൾ അതിന് ചിലപ്പോൾ ഇവിടെ കയ്യുമേനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടാവും. എനിക്കനുഭവം ഉണ്ട്, ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒന്ന് പനി വന്നിട്ട് മലപ്പുറത്ത് കുറേ മുമ്പാ ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ ഇങ്ങനെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഇവിടെ അത് ചെയ്തുകൊണ്ടേ, അപ്പോൾ മണ്ണ് കുറച്ച് കൊടുന്ന് വെച്ചിരുന്നു നോക്കാം. അപ്പോൾ നമ്മളെ ഒരാൾ സന്ദർശിക്കാൻ വന്നിട്ട് ഈ മണ്ണാണ് ഇതെന്തിനാവശ്യം എങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാകണ്ടേ, ആദ്യമായിട്ട് കേൾക്കുക തോന്നുന്നു. അത് തയമ്മൂമിനാണെന്ന് പറയുമ്പോൾ മതത്തിന്റെ പുറത്തുള്ള ഒരാളാണെങ്കിൽ പിന്നെ നമ്മളെ ഇടങ്ങാറാവും, കാണാതിരിക്കാനുള്ള മാർഗം നോക്കേണ്ടി വരും. ഓരോരോ പിരാന്ത് അറിയാം, ഓൽക്ക് പിരാന്തായിട്ട് തോന്നുമല്ലോ. പക്ഷെ മതത്തിന്റെ അകത്തുള്ളവർക്ക് തയമ്മൂം അയാൾ കേട്ടിട്ട് തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ നാട്ടിലുള്ള ഒരാൾ ചോദിച്ച മാർഗാണ്, ആള് ജമാഅത്തുകാരനാണ്, പക്ഷെ അയാൾ ചോദിച്ചെന്താ വെച്ചാൽ സൗദി അറേബ്യയിലല്ലാതെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഉംറ ഉള്ളത് എന്നാണ് അയാൾ ചോദിച്ചത്. ഈ ജാതി പോയതക്കാരുണ്ട്, നമുക്കുണ്ടല്ലോ ചില ഇത് കേട്ടാൽ ചീറി നിൽക്കണമെങ്കിൽ ഏതെങ്കിലും ഗുളിക കുടിക്കേണ്ടി വരും. അജാതി അന്തമുട്ട ആൾക്കാരുണ്ട്. അപ്പോൾ ഓൽക്ക് തയമ്മൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു തമാശയായിട്ടൊന്നും, ഇനിയിപ്പോൾ തയമ്മൊക്കെ അറിഞ്ഞാലും സൂക്ഷ്മത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്കാരം ഇത്രയ്ക്ക് ഇറങ്ങാറാണോ, അത് നമുക്കെൻ്റെ ഗൗരവം അറിയിട്ടാണ്. കല്ലേറ് കൊണ്ടിട്ട് ചോര വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂടായില്ല. ആലോചിച്ച്, കല്ലേറ് കൊണ്ടിട്ട് ചോര വന്നിട്ട് അപ്പൊ പ്രകോപിതനാകാത്ത നിമിതങ്ങൾ മലക്ക് വന്നിട്ട് പറയാം, നിങ്ങളൊന്ന് സമ്മതം തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, ഓലെ ശിക്ഷിക്കാന്ന് പറയുമ്പോൾ സമ്മതിക്കാത്ത നിമിതങ്ങളാണ്. ഒരു ആസർ നിസ്കാരം ശത്രുക്കൾ കാരണം നഷ്ടപ്പെട്ടപ്പോൾ എന്തായത്, അവർക്കെതിരെ ദുആയിരുന്നത്. ആദ്യം അവർക്ക് അനുകൂലമായതായിരുന്നു, പുറത്തൊടുക്ക് റബ്ബേ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അത് അറിയായിട്ടാണ്, വിവരമില്ലായിട്ടാ പോലും ഇന്നെങ്ങനെ ചെയ്യേണ്ടത്, പുറത്തൊടുക്ക് റബ്ബേ ശിക്ഷിക്കണ്ട. അതേ നിമിതങ്ങളാണ് പടച്ചോനെ പോലെ ആ ഖബർ അഗ്നി കൊണ്ട് നിറക്കണേന്ന് ഇതുവായിരുന്നു. അവിടെ എന്താ പ്രശ്നം, ശാരീരികമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല, ഒരു നിസ്കാരം പോയതാണ്. നമ്മളാണെങ്കിൽ അത് തീരെ മൈൻഡ് ചെയ്യൂല അത്തരം കാര്യങ്ങൾ, അല്ലേ? നമുക്കൊരു പ്രശ്നേ ആവൂല, അപ്പൊ ഒരു നിസ്കാരമല്ലേ എന്ന് പറയും. അത് അത്രയും. എന്നിട്ടാണ് ചില തരീഖത്ത് എന്ന് പറഞ്ഞ ചില ആൾക്കാർ നിസ്കാരം നിർബന്ധമില്ലാറുണ്ട്. നിസ്കാരം നിർബന്ധമില്ല. നമ്മൾ കോട്ടയ്ക്ക് ഒരു ഖുർആൻ ക്ലാസ്സൊക്കെ ഒരിക്കൽ അത്തിപ്പറ്റ ഉസ്താദ് വന്നു. ഉസ്താദ് ചോദിച്ചാൽ എന്താ അറിയോ, ക്ലാസ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ ഇവിടുന്ന് അയച്ചു. അപ്പോൾ പള്ളിയൊക്കെ കുറച്ച് അപ്പുറത്താണ്, ഇതൊരു മദ്രസയിലാണ് ക്ലാസ്. ഉസ്താദ് പറഞ്ഞു കുറച്ച് പായ ഇവിടെ കൊടുക്കണം. പായ അത് ഇവിടുന്ന് പിന്നെ ക്ലാസ് കഴിഞ്ഞ് പോയാൽ പിന്നെ നിസ്കാരം നടക്കൂല, ജമാഅത്തൊക്കെ പോകും. ആ പിറ്റത്തെ ക്ലാസ്സിന് സംഘാടകർ പായ ഇറക്കി മദ്രസയിൽ. പിന്നെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ജമാഅത്ത് നിസ്കരിക്കലാണ് നിങ്ങൾ. ഉസ്താദ് പറഞ്ഞു അതാണ് സുന്നത്ത് അറിയേണ്ടത്. ഉസ്താദൊക്കെ സുന്നത്തിൽ ശരിക്കിട്ട് ഹയാത്താക്കി. നമുക്കൊക്കെ ഭയങ്കര ആവേശമാണല്ലോ ചില കാര്യങ്ങൾ, അവരുടെയൊക്കെ ആ സൂക്ഷ്മത കാണുമ്പോഴേ ഒരു ഭയങ്കര ആവേശമാകും. നമ്മളെ കാടേരി ഉസ്താദ് ഉണ്ടായിരുന്നു, സമസ്തകാല ജമിയത്തുൽ മുഷാവറങ്ങായി ഉസ്താദിൻ്റെ അനുസ്മരണം. എനിക്കവിടെ പരിപാടി ഉണ്ടായിരുന്നു. ഇവരെ ശിഷ്യന്മാരൊക്കെ വിളിച്ചിട്ട് ഞാൻ പോയി. എനിക്ക് പരിചയം എന്താ വെച്ചാൽ ആലത്തൂർപടിയാണ് മൂപ്പര നാട്. അവിടെ എല്ലാ ശനിയാഴ്ചയും സുബൈക്ക് നമ്മുടെ ക്ലാസ്സുള്ള. അവിടെ ശനിയാഴ്ച നമ്മൾ ക്ലാസ്സിന് ഞാൻ ചെല്ലുമ്പോൾ മൂപ്പര് ഇമാമിൻ്റെ നേരെ ബാക്കിലവിടെ ഉണ്ടാവും. ഇമാമിൻ്റെ നേരെ ബാക്കിലവിടെ ഉണ്ടാവും. ശനിയാഴ്ചനാടെ ക്ലാസ്. അപ്പോൾ ഉസ്താദിനോട് 2-3 വട്ടം പലപ്പോഴായിട്ട് പറഞ്ഞു എന്നോട്, ഞാൻ വേഗം പോകണ്ടേ, എനിക്ക് ദർശക്ക് പോകാനാട്ടോ. നമ്മൾ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ ആൾക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇയാളെന്താ ഇരിക്കാതെ പോകേണ്ടത്. ഉസ്താദിനോട് പറയണം. അതൊക്കെ ഭയങ്കര സംഭവം അതേപോലെ നിന്നുള്ള. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതെ ഇരുമ്പുചോല. അതെ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ സാറേ, അതാണ് അവരൊക്കെ ആ നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ നോക്കി നിങ്ങൾ അതീവ ശ്രദ്ധ. അതാണ് നമ്മളെ മാതൃക. അതല്ല നിസ്കാരം വേണ്ട, എന്നിട്ട് ഇപ്പം ഇങ്ങനെ ചെല്ലി അടക്കാൻ, എന്തോ ചെല്ലി അടക്കാൻ, വിധങ്ങൾക്ക് തിരിയാത്ത ദിക്ർ നിസ്കരിച്ചാതെ. അതൊക്കെ പിശാചിൻ്റെതാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ. അടുക്കാൻ പാടില്ല. അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ എന്തൊക്കെ ഇപ്പം ഒന്ന് കാണണ്ട. ഇപ്പോഴാപ്പം നമ്മൾ ഒരാൾ പിന്നെ പെണ്ണുങ്ങളോട് പറയാണ് ലൈവിൽ എന്താ പരിപാടി അറിയിച്ചങ്ങൾ, ഓരോ പെണ്ണുങ്ങളും 1000 രൂപ അടയ്ക്കാം. അങ്ങനെ 85 പെണ്ണുങ്ങൾ 1000 രൂപ അടച്ചാൽ അതിൽ നറുക്കിട്ടിട്ട് ഒരു പെണ്ണിന് ഉംറ. വല്ലാത്തൊരു കഷ്ടം. ലോട്ടറി അല്ലാതെ ഓരോ താത്താർ 1000 റുപ്യൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ 50 റുപ്യൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോഴല്ലേ. എന്താണ് മോയന്മാരിങ്ങനെ കാട്ടുക.
താലികെട്ടും കെട്ടിക്കാണ്ട് ലൈവിൽ വന്നാണ്ട് പറയണം. 85 ആളുകൾ എന്ത് ചെയ്യുക, 1000 റുപ്യ കൊടുക്കുക. പെണ്ണുങ്ങൾക്കാണ് ചാൻസ്, മുത്തുമണികൾക്ക്. നമ്മളെ പെണ്ണുങ്ങളെ ആണുങ്ങൾക്ക് കയ്യിന് ബലം അയച്ചുണ്ട്. മാപ്പിളാരാണ്, വെറും പുതിയ ആപ്പിളാരാണ്, ആണത്തല്ലാത്തതാണ്. സമ്മതിക്കരുത്. നോക്കി, ഭയങ്കര തെറ്റല്ലേ ഇതിനിപ്പോ? ലോട്ടറിയല്ലേ അത്? ഇന്നമൽ ഹംറു വൽ മൈസൂർ പറഞ്ഞാൽ മൈസൂറുള്ളപ്പോ ഒരു ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൂടാ പഠിച്ചോ ഇങ്ങനെ അടങ്ങാറായിക്കോളിയും ഇല്ലല്ലോ. ഓരോരോ ആൾക്കാർ തലീകെട്ടുണ്ടാവും, എൽമ് കമ്മിയാണ്, പൈസ ഉണ്ടാക്കാനുള്ള എന്താ നമ്മൾ ചെയ്യുക? എത്ര പറയാ. ഇതൊക്കെ ഇപ്പൊ നമുക്ക് എന്താ അറിയോ, ഇതൊക്കെ ഇപ്പോൾ ഓരോ വ്യക്തികളെടുത്ത് പേരെടുത്ത് പറഞ്ഞാൽ അത് നമുക്ക് കേസാക്കാം. ഓരോരുത്തർക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ചിലർ പറയും എന്താ സമസ്തക്ക് പറഞ്ഞൂടെ അതായത് എങ്ങനെ പറയാറ്, ഞങ്ങൾ ഇന്ന തട്ടിപ്പുകൾ പാടില്ല, അതൊക്കെ മുത്തുകോയത്തങ്ങളൊക്കെ നിരന്തരം പറയുന്നുണ്ട്. ഇന്ന ആള് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് കേസ് കൊടുക്കാം. ഇപ്പൊ കൊണ്ടോട്ടീർച്ചക്കെതിരെ നമ്മൾ പറഞ്ഞു, ചെറുശ്ശേരി ഉസ്താദുള്ള കാലത്ത് നിയമപരമായി നേരിട്ടു. കോടതി പറഞ്ഞെന്താ, അതിന് ഓൽക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, ഇതൊക്കെ പോണ്ടാച്ചാ പറയാൻ. അപ്പൊ നമുക്ക് നമ്മളെ ആൾക്കാരെ തടയാനേ കഴിയുള്ളൂ. എന്നാൽ എന്ത് ചെയ്യാറ്, നിങ്ങൾ ഈ ഓൺലൈൻ പരിപാടിയിൽ പാവപ്പെട്ട നമ്മളെ സഹോദരിമാരൊക്കെ കുടുങ്ങുകയാണ്. പല ഉദ്ദേശങ്ങളേക്കാരും മനസ്സിലായി. ഇത് പെട്ടെന്ന് തോന്നും നല്ലൊരു പരിപാടിയാണല്ലോ, 1000 റുപ്യ കൊടുക്കണേ, 1000 ഇപ്പോൾ കിട്ടണേ, 85,000 ഉംറല്ലേ പറഞ്ഞാണ്ട് ഇങ്ങോട്ട് ബരങ്ങിട്ട് പറഞ്ഞതായി കാണ്ടേ വല്ലാത്തൊരു കഷ്ടം. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ലജ്ജ. മറ്റുള്ള മതസ്ഥരുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, മാനം കെടണം. ഇപ്പൊ നമ്മള് എന്നും എന്താ നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളോടെ നിങ്ങളൊക്കെ പറയണം കേട്ടോ, എന്താ ഞങ്ങള് നമുക്ക് ആ പഴയ സിസ്റ്റം ഉണ്ടല്ലോ, ഇശാ മഗ്രിബിന്റെ ഇടയിലൊക്കെ ഒരു മുസായിഫൊക്കെ എടുത്തൊന്ന് ഓതിയിട്ട് ആ സ്വലാത്തിന്റെ ഇടയിലൊക്കെ നമുക്ക് അടിസ്ഥാനമുള്ള ഒരുപാട് ദിക്റുകളും കാര്യങ്ങളും നമ്മൾ താവടിയായിട്ട് ആ നേരെ നമുക്ക് കിട്ടിപ്പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഈ മൊബൈലുമ്മ കൂടേണ്ട പരിപാടി നിർത്താൻ പറയാം. കാരണം നല്ലോലുണ്ട്, നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷേ അധികം ചൂഷണമായതുകൊണ്ട് ഇവർ പെട്ടുപോകും. ഇത് മാത്രമൊന്നുമല്ല, പെരുംജാതി പടര് വേറെ പെണ്ണുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പൈസ മാത്രമൊന്നല്ല പോവുക, മാനം വരെ പോകും, കുടുംബജീവിതത്തിന്റെ ഭദ്രത നഷ്ടപ്പെടും. ഇവർ വേറെ ഏതൊരു മായാലോകത്തേക്ക് എത്തുകയാണ്. ആ പരിപാടി തന്നെ നിർത്തിക്കാം. ഞാൻ എൻ്റെ സഹോദരിമാരോട് പ്രത്യേകം പറയണം, ഉമ്മാരെ നിങ്ങളൊക്കെ പിന്നെ ഇശാ മഗ്രിബിന്റെ അടിയിൽ മൊബൈൽ എടുത്തുകൊണ്ട് ആ ഉസ്താദ് ഈ ഉസ്താദ് മറ്റേ ഉസ്താദ് തന്നെ നിൽക്കണ്ട. അത് തോന്നി നമ്മളോടൊക്കെ എത്ര ആൾക്കാരാണ് ഇത് തുടങ്ങാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ. ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഖുർആൻ ക്ലാസ്സുകളിൽ ചെയ്തുതരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ശരിയല്ല, അതൊന്നും ഇത് ശരിയായ നിലപാടല്ല. ഞാൻ എൻ്റെ ഉമ്മാരോട് പറയാണ്, നിങ്ങൾ ആ പരിശുദ്ധ ഖുർആൻ എടുക്കുക, ഒറിജിനൽ ഖുർആൻ ഉണ്ടല്ലോ, പരിഭാഷ ഒന്നും അല്ലാത്ത അതെടുക്കുക. അതിൻ്റെ ഒന്നും ഇതിനൊന്നും കിട്ടൂലല്ലോ. എന്നിട്ട് നമുക്ക് കിട്ടുന്ന അറിയുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ ജാതി കെണിയിൽ പെടും, പച്ച ഹറാമുകൾ ചെയ്യുക. ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണറിയില്ല, വല്ലാത്തൊരു കഷ്ടമാണ്. അപ്പൊ ഇത് എല്ലാവർക്കും മോശമാണ്. ആൾക്കാർക്ക് മൊത്തത്തിൽ എല്ലാവരോടും വെറുപ്പ് വരാണല്ലോ, എല്ലാവരോടും വെറുപ്പ്. ഒരാളെ തട്ടിപ്പ് കാട്ടിയാൽ എല്ലാവരും ഒരുപോലെയുള്ള കാണുക അല്ലേ? ഒരു ബസ് കണ്ടക്ടർ എടുത്തൊരു പ്രശ്നം സംഭവിച്ചാൽ എല്ലാ ബസ് ജീവനക്കാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ, കാര്യമില്ല. ഒരു അധ്യാപകന്റെ അടുത്തൊരു പ്രശ്നം, എല്ലാ അധ്യാപകരും അങ്ങനെയല്ലല്ലോ, എല്ലാ വിഷയത്തിലും നല്ലവരും അല്ലാത്തവരും ഉണ്ടാവും. ഒരു കച്ചവടക്കാരൻ്റെ അടുത്ത് പ്രശ്നം പറ്റി എഴുതിയിട്ട് എല്ലാ കച്ചവടക്കാരെയും പറ്റി. ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് കണ്ടു, ഒരു കച്ചവട സ്ഥാപനം അടിച്ചുകൊണ്ട് പൊളിച്ചിട്ട് പോകണം, മുട്ടായിയും ഭരണിയും തൊക്കെപ്പാടെ സർവ്വ സാധനം വാഴക്കോലി ഒക്കെ ഉണ്ട് പുറത്ത്. അപ്പൊ എന്താ സംഭവം, കടിക്ക് വന്നൊരു പെൺകുട്ടിനോട് അപമര്യാദയായിട്ട് പെരുമാറിയതാണ്. കുട്ടിന്റെ അളാത്തി മുത്താപ്പിയൊക്കെ പാടെ വന്നാണ്ട് അവിടെ ഒരു ബദറാണ് നടത്തി പോയതാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ആരും പിടിച്ചു വെച്ചിട്ടില്ല, നല്ലതാണ്. അങ്ങനെ ഇടയ്ക്ക് എൻ്റെ കുട്ടിക്കും അങ്ങനെ അനുഭവമുണ്ട്, എൻ്റെ കുട്ടിക്കും ഒരു അനുഭവമുണ്ട്, ഒക്കെ നന്നായി. എല്ലാ കടക്കാരും അങ്ങനെയാണോ? അല്ല, എല്ലാത്തിലും ഉണ്ടാവും അങ്ങനെയാണ്. ഇനിയിപ്പോൾ എല്ലാവരും ആക്ഷേപിച്ചിട്ട് കാര്യമില്ല എന്നതുപോലെ. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം, ഇവിടെ കൂടുതൽ അറിവുണ്ടാവില്ല, പക്ഷെ ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര നൈപുണ്യം ഉണ്ടാവും. പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കുറച്ച് വാചാലതയും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കയ്യിലെടുക്കാം. അതാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ തയമ്മുമിൻ്റെ കാര്യത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്താ പറയുക, ഈ സമയത്തിൻ്റെ മുമ്പ് തന്നെ തയമ്മം ചെയ്യേണ്ട ഒരു സിസ്റ്റം പലപ്പോഴും നമ്മൾ പള്ളിയൊക്കെ വരുന്ന ആൾക്കാരിൽ കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. ഫർള് നിസ്കാരത്തിന് അതിൻ്റെ ടൈമായിട്ടേ തയമ്മം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം.
അപ്പോൾ ശുദ്ധമായ മണ്ണ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തയമ്മുമിനെ കരുതണം. എന്നിട്ടോ ഫംസഹൂ ബിവുജൂഹികും വഅയ്ദീകും മിൻ, എന്നിട്ട് നിങ്ങളുടെ മുഖങ്ങളും അതുപോലെ കൈകളും തടയണം. അത്രയുള്ള ഖുർആൻ നേരിട്ട് പറയാണ്. തയമ്മും എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ട് തടവിട്ടത് വെറും മുഖവും അതുപോലെ കൈകളും മാത്രമാണ്. എന്നിട്ട് ഇതിന്റെ കാരണം പറയാണ് മായജാലു. നോക്കൂ, അതിന്റെ ശേഷം അല്ലാഹു തആല പറയാണ് മായുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജ്. നിങ്ങളിലൊരു പ്രയാസം ഉണ്ടാക്കൽ അല്ലാഹു ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളിൽ ഒരു പ്രയാസം ഉണ്ടാക്കാൻ അല്ലാഹു തആല ഒരിക്കലും ഉദ്ദേശിക്കണില്ല. കാരണം ഒളു പോലെ പിന്നെ എല്ലാ അവയവങ്ങളിലും മണ്ണ് ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ കുളി നിർബന്ധമായിട്ട് ശരീരത്തിന്റെ എല്ലാത്തും മണ്ണെത്തിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രയാസമാണല്ലോ. എന്നാൽ അത്ര ലാഘവത്തോടു കൂടെ കാണേണ്ട വിഷയമല്ല എന്നും കൂടി അറിയിക്കാനാണ് ഒരു പകരം അവിടെ വെക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. വലാകിൻ യുരീദു ലിയുതഹിറകും, നിങ്ങളെ ശുദ്ധീകരിക്കലാണ് അവൻ ഉദ്ദേശിക്കുന്നത്. വലാകിൻ യുരീദു ലിയുതഹിറകും, അല്ലാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ശുദ്ധീകരിക്കാനാണ്. എല്ലാ നിലക്കും ബാഹ്യമായിട്ട് മാത്രമല്ല ആന്തരികമായിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലാഹു ഈ വിഷയത്തിൽ കുറച്ച് കണിശത നൽകിയിട്ടുണ്ടെന്നൊരു ബോധം വരും. നമ്മളെ മനസ്സിലൊക്കെ അത് സംബന്ധമായിട്ട് ഒരു മാറ്റും, ഒരു ഒരുക്കങ്ങൾ എല്ലാത്തിനും അങ്ങനെയുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്ലാസ്സൊക്കെ നടത്തുമ്പോൾ നമുക്കിവിടെ ഒരു ഹാജർ സിസ്റ്റം, അതിന് ഉള്ള കുറേ സംവിധാനങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പള്ളിക്കൊരു സ്റ്റേജ് കാര്യങ്ങൾ, കസേര കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒക്കെ ഒരുക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുമ്പോൾ കഴിഞ്ഞിട്ടൊരു ചായ കാര്യങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഇതൊരു കാര്യത്തിലെടുക്കുകയാണ്. ഇതൊന്നും ഇല്ലാത്തൊരു സമയം മൈക്ക് അവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. വന്നവർക്ക് പ്രസംഗിക്കാം, അങ്ങനത്തെ ഒരു സിസ്റ്റം വരുന്നവർക്ക് വരാൻ പോകേണ്ടവർക്ക് പോകാമെന്നാവുമ്പോൾ അതിനൊരു വില ഉണ്ടാവില്ല. ഏത് കാര്യവും അങ്ങനെ തന്നെ എന്നതുപോലെ തന്നെയാണ് നിസ്കാരം, അനുബന്ധ കാര്യങ്ങൾക്ക് അതിന് ഒരു ശുദ്ധീകരണം വേണം. അതിന് നിലവിലുള്ള സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും ഭംഗം വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അതിന് ഒരു പകരം ചില സംവിധാനങ്ങൾ വേണം. അത് ശുദ്ധീകരിക്കാനാണ്. മാത്രമല്ല വലിയുത്തിമ്മ നിഅമതഹു അലൈക്കും, അവന്റെ നിഅമത്തിനെ നിങ്ങളുടെ മേലിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. ലഅല്ലക്കും, മാത്രമല്ല ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയുമാണ്. നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി പ്രകാശിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുമാണ് ഇത്തരം കാര്യങ്ങൾ നൽകിയത്. ഒരായത്ത് കൂടി ഉണ്ട്. നേരണ്ടോ? അത് നമ്മൾ അടുത്ത ക്ലാസ്സിനാക്കിയ നേരം വൈകണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് അതിൽ കുറേ വിശദീകരണങ്ങളുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിനാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇനി നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഒളുവിൻ്റെ ഫളായിലുകളൊക്കെ പറഞ്ഞു. അവിടെ ഇനി പിന്നെ നമ്മൾ അന്ന് പറയാത്തൊരു ഹദീസ് പറയാം. നമ്മൾ ആ മിസ്വാക്കിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അവിടെ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് റക്അത്താനി ബിസിവാക്കിൻ. ഞാനുള്ള 2-3 മിനിറ്റ് ആ ഒരൊറ്റ ഹദീസ് കൂടി പറയാം. റക്അത്താനി ബിസിവാക്കിൻ, ബ്രഷ് ചെയ്തുകൊണ്ടുള്ള ഒരു 2 റക്അത്ത്. അതായത് ഒരാൾ ഒളു എടുക്കുമ്പോൾ ബ്രഷ് ചെയ്തു, മിനിമം ഒരു റക്അത്തില്ലല്ലോ, ഒരു നിസ്കാരമില്ല, ഒരു റക്അത്തിന് നിസ്കാരമില്ല, വിത്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 റക്അത്ത്, ഒളുവിൻ്റെ 2 റക്അത്താണ്. അപ്പോൾ മിസ്വാക്ക് ചെയ്ത് ബ്രഷ് ചെയ്തുകൊണ്ടുള്ള 2 റക്അത്ത് നിസ്കാരം അഫ്ളലു മിൻ 70 റക്അത്തിൻ ബിഗൈരി സിവാക്ക്, ബ്രഷ് ചെയ്യാതെയുള്ള 70 നിസ്കാരങ്ങളെക്കാൾ മഹത്വമുള്ളതാണ്. ഒരു സ്വഹീഹായ ഹദീസാണ്. ആ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇനി അപ്പോൾ ബ്രഷോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ലെങ്കിൽ അസ്ലു സുന്നത്ത് കിട്ടാൻ കയ്യിൻ്റെ വിരലുണ്ടേലും എന്ത് ചെയ്യണം? ആക്കണം എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ ആകരുത് എന്നുള്ളതാണ്. ശാസ്ത്രീയമായിട്ട് കയ്യിൻ്റെ വിരലും അല്ലാതെ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. എന്താ കാരണം? അതിൽ ഭക്ഷണത്തിൻ്റെ വലിയ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പല്ലിൻ്റെ ഇടയിൽ അത് അമർന്നു പോകാനാണ് ഇത് കാരണം. അതുകൊണ്ട് മെഡിക്കൽ സയൻസ് പറയുന്നത് കൈകൊണ്ട് ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മളും കൈകൊണ്ട് ഒരു നിലക്കും ഇല്ലെങ്കിൽ ആണ് കൈ നട പറഞ്ഞത്. എന്നാൽ അസ്ലു സുന്നത്ത് എടുക്കുക എന്നുള്ളതാണ്, ആ അസ്ലു സുന്നത്തിന്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയാത്തത്, നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ നിങ്ങൾ ഒളു കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക ഓരോ നിസ്കാരത്തിനും ഒളു വേണമെന്നാണ്. ശരിക്കും അങ്ങനെയല്ല. ഇപ്പോൾ മക്ക വിജയവേളയിൽ നബിതങ്ങൾ ഒറ്റ ഒളു കൊണ്ടാണ് എന്ത് ചെയ്ത് ആ ദിവസം 5 നിസ്കാരം നിർവഹിച്ചത്, ഉറങ്ങിയിട്ടില്ല.
5 വക്ത് നിസ്കാരം ഒറ്റ ഒന്നുകൊണ്ട് ഇങ്ങനെ നമുക്കൊക്കെ ആവാം. പക്ഷെ നല്ല എന്താണ് അത് ജവാസ് ബയാൻ ചെയ്യാനെന്ന് പറയും. അതായത് ഒരു ഒളു കൊണ്ട് മുറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപാട് നിസ്കാരം നിർവഹിക്കുക, മുറിയാത്ത കാലത്തൊക്കെ നിർവഹിക്കുക, അത് അനുവദനീയമാണ് എന്ന് അറിയിക്കാനാണ്. അല്ലെങ്കിൽ അഫ്സൽ എന്താണ് ഒളുവിനെ പുതുക്കലാണ്. ഇപ്പൊ ലോഹർ നമ്മൾ നിസ്കരിച്ചു, ആ ഒളു നമുക്ക് മുറിഞ്ഞിട്ടില്ല, അസർ അതുകൊണ്ട് തന്നെ നിസ്കരിക്കാമെങ്കിലും നല്ലത് ഒളു ഒന്നുകൂടി നിസ്കരിക്കലാണ്, ഒന്നുകൂടി ഒളു എടുക്കലാണ് മുറിഞ്ഞിട്ടില്ലെങ്കിൽ. അത് സുന്നത്താണ്. അപ്പോൾ ആ കാര്യം കൂടി ഇതിൽ മനസ്സിലാക്കുക. അപ്പോൾ ഖുർആനിൽ അല്ലാഹു തആല നേർക്ക് നേരെ ആയത്തിലൂടെ പറഞ്ഞ ഒരു വിഷയമായതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിൽ 8ാമത്തെ ആയത്തതാ, അതൊക്കെ വളരെ സുപ്രധാനമായ ആയത്താണ്. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم സത്യവിശ്വാസികളെ നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ മുഖം കഴുകിക്കോളൂ, വഅയ്ദിയക്കും കൈകൾ കഴുകിക്കോളൂ, ഇലൽ മറാഫിഖ് മുട്ട് ഉൾപ്പെടെ, വംസഹൂ ബിറുഊസിക്കും നിങ്ങൾ തല തടയുകയും ചെയ്തോളൂ, വഅർജുലക്കും ഇലൽ കഅബൈൻ ഞെരിയാണി ഉൾപ്പെടെ കഴുകുകയും ചെയ്തോളൂ, വഇൻ കുൻതും ജുനുബൻ ഫത്തഹറൂ നിങ്ങൾ വലിയ അശുദ്ധിയുള്ളവരാണെങ്കിൽ കുളിച്ച് ശുദ്ധിയാവൂ, വഇൻ കുൻതും മർളാ നിങ്ങൾ രോഗികളായി, ഔ അലാ സഫർ അല്ലെങ്കിൽ യാത്രക്കാരായി, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്ത് അല്ലെങ്കിൽ നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്തു, ഔ ലാമസ്തുമുൻ നിസാ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടു, ഔ അലാ സഫർ ഫലം അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യമാരുമായി ബന്ധപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടൊക്കെ എന്തായി ശുദ്ധീകരിക്കണം. അത്തരം ഘട്ടം വരുമ്പോ ഫലം തജിദൂമാ നിങ്ങൾക്ക് വെള്ളം ലഭിച്ചതുമില്ല, ഫതയമ്മമു സഈദൻ തയ്യിബാ എന്നാൽ നിങ്ങൾ ശുദ്ധമായ മണ്ണ് കൊണ്ട് തയമ്മുമിനെ കരുതിക്കോളൂ. എങ്ങനെ? നിയ്യത്തൊക്കെ വെച്ചിട്ട് ഫംസഹൂ ബിവുജൂഹിക്കും മണ്ണ് കൊണ്ട് മുഖങ്ങളെ തടവിക്കോളൂ, വഅയ്ദിയക്കും മിൻ അതിൽ നിന്ന് കയ്യും തടവിക്കോളൂ. അപ്പൊ ഒളുവിന്റെ വേറിട്ട് നേരത്തെ പറഞ്ഞു, തയമ്മുമിന് ഈ 2 അവയവം. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ് അല്ലാഹു നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വലാകിൻ യുരീദു ലിയുതഹിറക്കും മറിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ശുദ്ധീകരിക്കാനാണ്, വലിയുതിമ്മ നിഅമതഹു അലൈക്കും നിങ്ങളുടെ മേലിൽ അവന്റെ അനുഗ്രഹങ്ങളെ അവൻ പൂർത്തിയാക്കാനും, ലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംവിധാനിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فاطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون.